والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين. والحمد لله رب العالمين. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا كم جدلت كلمات الله من جدل فيه وكم خصم البرهان من خصم. مولاي صل وسلم دائما لم يمتحنا بما تعيل قلوبه حرصا علينا فلم نرتب ولم نهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നല്ലവരായ സ്നേഹ ജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ പ്രിയപ്പെട്ട പുഴക്കാട്ടിരി സഖാഫിയുടെ നേതൃത്വത്തിൽ സയ്യിദിന്റെ കുഞ്ഞു സാഹിബിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ ഭംഗിയായി നടന്നുവരുന്ന ഖുർആൻ ക്ലാസിന്റെ വാർഷികത്തിന് സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഗാംഭീര്യവും മഹത്വവുമൊക്കെ ഈ സദസ്സിൽ കാണുകയാണ്. പ്രായമുള്ളവരും യുവാക്കളും കുട്ടികളുമെല്ലാം ആവേശത്തോടെ ഈ സദസ്സ് ശ്രദ്ധിക്കുകയാണ്. സ്ത്രീകളുടെ സാന്നിധ്യം സംഘാടകരെ ഞെട്ടിച്ചു എന്നുകൂടി ഇവിടെ കേട്ടപ്പോൾ ഈ പ്രദേശത്തെപ്പറ്റി നേരത്തെ തന്നെ നല്ല മതിപ്പാണ്. മതപരമായ വിഷയങ്ങളിൽ നല്ല താൽപര്യമുള്ള ആളുകളാണ്. അല്ലാഹു തആല ഈ ഒരു സൽപ്പേര്, ദീനി വിഷയങ്ങളോടുള്ള ആഭിമുഖ്യവും താൽപര്യവും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ സന്താന പരമ്പരകളിലൂടെ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കാൻ വേണ്ടി സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. വിമോചനത്തിന്റെ വേദം വിശുദ്ധിയുടേതും അങ്ങനെയാണ്. വിഷയം കുറെ കട്ടിയാണ്. പക്ഷേ പഴയ പ്രദേശമല്ല, ഒക്കെ വിദ്യാസമ്പന്നരായതുകൊണ്ട് വേദവാക്യങ്ങളും ഖുർആൻ വാക്യങ്ങളും അതിന്റെ നമ്പർ സഹിതം ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്പർ പറയാനൊന്നും എനിക്കറിയില്ല. മർക്കസിലെ PG വിദ്യാർത്ഥികൾക്ക് ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും സംബന്ധിച്ചുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ് അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പരിചയമുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുർആൻ നമ്മുടെ ആവേശമായി, ഖുർആൻ നന്മയുടെ പ്രചോദനമായി, ഖുർആൻ നമ്മുടെ വഴിവിളക്കായി, ഖുർആൻ നമ്മുടെ മാർഗദർശനമായി നമ്മുടെ മുൻപിലും നമ്മുടെ കൂടെയും എപ്പോഴും ഉണ്ടാകണം എന്ന ഒരു തീരുമാനമാണ് ഈ വേദിയിൽ വെച്ച് നാം പ്രതിജ്ഞയായി എടുക്കേണ്ടത്. ഖുർആൻ കാലങ്ങളായി നാം കേൾക്കുകയാണ്. ചെറിയ പ്രായം മുതൽ ഖുർആൻ നാം പഠിക്കുകയാണ്. ഖുർആന്റെ ഉച്ചാരണമൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന ഈ നാട്ടിലുള്ള ആളുകൾ, ഈ നാട് എന്ന് ഞാൻ പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിലാണ്. ഖുർആൻ ഉച്ചരിക്കുന്നതിൽ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. നമ്മുടെ അക്ഷരങ്ങളുടെ സ്ഫുടതയും അതുപോലെ ഖുർആനോടുള്ള താല്പര്യവും ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് പല നാടുകളിലെയും ജനങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഖുർആനിനോട് അടുക്കാനും ആ ഖുർആൻ മനസ്സിലാക്കാനും ഉള്ള ശ്രമങ്ങൾ ഒന്നുകൂടി നാം ശക്തിപ്പെടുത്തേണ്ട ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളിലും അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയൊക്കെ ഒന്ന് മാറണം. ഉസ്താദുമാര് മാത്രം സജീവമായാൽ പോരാ, പ്രവർത്തകരും സജീവമാകണം. ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ സജീവമാകണം. എങ്കിൽ മാത്രമേ ഉസ്താദുമാർക്ക് ശക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് സഹായകമാകുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ല, മുതഅല്ലിമീങ്ങളെ ഉദ്ദേശിക്കാതെയും അല്ല. സാധാരണക്കാരായ ആളുകൾ ഇന്ന് നന്നായി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഖുർആന്റെ പരിഭാഷകളാണെങ്കിൽ ഇന്ന് നമ്മുടെ ലൈബ്രറികളിലെല്ലാം സുലഭമാണ്. ഇംഗ്ലീഷിലുള്ള പരിഭാഷയുണ്ട്, ഉറുദുവിലുള്ളതുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള വേദഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ്. ഖുർആന്റെ കോപ്പികളുടെ അത്ര കോപ്പികൾ ലോകത്ത് വേറെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളുടെ പ്രതികൾ ഇവിടെ ജനങ്ങൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഖുർആനാണ് ഏറ്റവും മുൻപിൽ ഉള്ളത്.
ഓരോ ദിവസവും ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഓതുന്നവരാണ് മുസ്ലിംകൾ. അങ്ങനെ വേറെ ഒരു മതവും ഇല്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകൾ ആ മതത്തിന്റെ വേദഗ്രന്ഥം ദിവസവും പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഖുർആനും മുസ്ലിംകളുമാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഖുർആനിലുള്ള കുറെ വാക്യങ്ങൾ നമ്മളെല്ലാവരും ഓതിയിട്ടുണ്ട്. പള്ളിയിലെ ഉസ്താദ് മാത്രമല്ല, എല്ലാവരും ഓതിയിട്ടുണ്ട്. ഇന്ന് ഫാത്തിഹ ഓതാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി വളരെ വ്യക്തമാണ്. നമ്മളൊക്കെ ഫാത്തിഹ ഓതിയതാണ്. മക്കയിലും മദീനയിലും അവതരിച്ച ഖുർആനിലെ ഒരേ ഒരു അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ മക്കയിലും അവതരിച്ചു, മദീനയിലും അവതരിച്ചു. അതുകൊണ്ട് തന്നെ ആ സൂറത്തിന് അസ്സബുൽ മസാനി എന്ന് പേരുണ്ട്. 2 തവണ അവതരിച്ച 7 ആർട്ടിക്കിളുകൾ. ആ വേദഗ്രന്ഥത്തിലെ വിശുദ്ധ അധ്യായമാകുന്ന ഫാത്തിഹ ഓരോ ദിവസവും നാം പാരായണം ചെയ്യുന്നുവെങ്കിൽ ഇതിനു പുറമെ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ യാസീൻ 7 തവണ ഓതുന്ന സ്വഭാവം മുമ്പ് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ 1 മാസം മുൻപ് മരണപ്പെട്ടു. ആ സഹോദരിയുടെ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചപ്പോൾ അവിടെ വെച്ച് ഖതീബ് വാഴ്ത്തി പറയുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്ത് യാസീൻ 7 തവണ ഓതുന്ന സ്ത്രീ എന്നാണ്. അങ്ങനെ ഓരോ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് മുസ്ലിംകൾ. എങ്കിൽ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം ആർക്കും മുറിച്ചു മാറ്റാൻ കഴിയില്ല. ആ ഖുർആനാണ് പരലോകത്ത് ഖബറിൽ നമുക്ക് തുണയായി ഉണ്ടാവുക. എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദേ, മരിച്ച് ഖബറിലെത്തിയാൽ അവിടെ ഇരുട്ടല്ലേ ഉണ്ടാവുക? എന്റെ ഉമ്മ എന്നോട് അങ്ങനെ ചോദിക്കാറുണ്ട്, മോനെ ഖബറിൽ ഇരുട്ടല്ലേ ഉണ്ടാവുക എന്ന്. നമ്മളോടൊക്കെ നമ്മളെ ഉമ്മയും ബാപ്പയും ചോദിക്കാറുണ്ട്. നമ്മളും അങ്ങനെ ഭയപ്പെടാറുണ്ട്. ആ ഖബർ അള്ളാഹു നമുക്ക് വെളിച്ചമാക്കി തരട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഈ മജ്‌ലിസിൽ ദുആക്കുത്തലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൂടെ ഇരിക്കുന്നു എന്ന കാരണം കൊണ്ട്, അവരുടെ കൂടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നു എന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ സദസ്സ് പരലോകത്ത് വലിയ പ്രകാശമാക്കി തരണേ അല്ലാഹ്. ആ സഹോദരൻ എന്നോട് ചോദിച്ചു, മരിച്ചിട്ട് ഖബറിലെത്തിയാൽ ആ ഇരുട്ടത്ത് എനിക്ക് വെളിച്ചം ലഭിക്കുമോ? ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നീ ബേജാറാവരുത്, ഖബറിലുള്ള വെളിച്ചം ഖുർആനിലൂടെ ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്താൽ ദിവസവും 5 പേജ് വീതം ഖുർആൻ ഓതണം എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് പറഞ്ഞപ്പോൾ അത് പാലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ ഖുർആനുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. പക്ഷേ ആ ഖുർആനിനെ പറ്റി ലോകത്ത് ഇന്ന് ധാരാളം തെറ്റിദ്ധാരണകൾ ആരൊക്കെയോ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ ബുദ്ധിജീവികളുടെ മുൻപിൽ ഉള്ള തെറ്റിദ്ധാരണകൾ എന്താണ് എന്ന് അറിയുകയും ആ തെറ്റിദ്ധാരണകളുടെ മറുപടി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാവരും പ്രസംഗിക്കണമെന്നില്ല, പക്ഷേ പ്രസംഗിക്കാതെ തന്നെ വിഷയം ഉൾക്കൊണ്ടാൽ ലഭിക്കുന്ന ആ ഒരു ഊർജം നമുക്കുണ്ടാകണം. നമ്മുടെ ഈമാന് നല്ല ശക്തി വേണം. ഒരു സംശയവും ആ ഖുർആനിനെ പറ്റി ഉണ്ടാവാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. 1-ാം അധ്യായം അൽ ഫാത്തിഹ, 2-ാം അധ്യായം അൽ ബഖറ. ആ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അലിഫ് ലാം മീം, 2-ാം വാക്യം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അങ്ങനെയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം?
ഖുർആനിനെ പറ്റി യാതൊരു സംശയവും എനിക്ക് ഇല്ല, അള്ളാഹുവിൻ്റേത് തന്നെയാണ്, അള്ളാഹുവിന്റെ വാക്യമാണ് എന്ന വിഷയത്തെപ്പറ്റി ഒരു സംശയവും ഒരു വിശ്വാസിയുടെ മനസ്സിൽ തോന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. വല്ല സംശയവും ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അയാളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ സംബന്ധിച്ച് ഖബറിൽ വെച്ചൊരു ചോദ്യമുണ്ട്. മുൻകർ നക്കീർ ചോദിക്കും. മുൻകർ നക്കീറിന്റെ പേര് കേൾക്കുമ്പോൾ നാം സിന്ദാബാദ് വിളിക്കണം അലൈഹിസ്സലാം. ആ രണ്ട് മലക്കുകൾ ചോദിക്കും, വമാ ഇമാമുക്ക, നിന്റെ ഗൈഡ് ഏതാണ്, നിന്റെ മാർഗദർശി ഏതാണ് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഗൈഡ് എന്ന് മറുപടി പറയണം. ഇമാം ആരാണ് എന്ന് അല്ല ചോദ്യം, ഏതാണ് എന്നാണ്. ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പല മറുപടിയുണ്ട്. ഞങ്ങളെ പള്ളിയിലെ ഇമാമ് ഇന്ന ആളായിരുന്നു, ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമ് ശാഫിഈ ഇമാമാണ്, ഞങ്ങളെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളാരാണ് എന്ന അർത്ഥത്തിൽ ചോദിച്ചാൽ അതിന് വേറെയൊക്കെ മറുപടി പറയാം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ പേരൊക്കെ പറയാം. പക്ഷെ ചോദിക്കുന്നത് നിന്റെ മാർഗദർശി ഏതാണ്, ആ ചോദ്യത്തിന് മറുപടി ഖുർആൻ എന്ന് മറുപടി പറയണം. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് മുഴുവനും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് പൗരസ്ത്യൻ നാടുകളിലുള്ള വേദങ്ങളെയും മതങ്ങളെയും കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടക്കുന്നത് യൂറോപ്പിലാണ്. യൂറോപ്പിലാണ് ഖുർആനെ പറ്റിയുള്ള പഠനങ്ങൾ വല്ലാതെ നടക്കുന്നത്. അങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങൾക്കാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ഇതൊരു വയലിന്റെ മജ്ലിസ് അല്ല, അല്ലെങ്കിൽ ഒരു ക്ലാസിക് ശൈലിയിലുള്ള ഒരു സംഗീതാത്മകത ആഗ്രഹിക്കുന്ന സദസ്സുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠനം ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ ഈ സമയത്ത് പറയട്ടെ, പൗരസ്ത്യൻ മതങ്ങളെയും പൗരസ്ത്യ നാടുകളിലുള്ള ഭാഷകളെയും കുറിച്ചുള്ള പഠന കേന്ദ്രത്തിനാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അതിന് അറബിയിൽ അൽ ഇസ്തിശ്റാഖ് എന്ന് പറയുന്നു. ഈ പഠനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് യൂറോപ്പിലാണ്. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? യൂറോപ്പാണ്. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? സാമ്രാജ്യത്വ ശക്തികളാണ്. ഇസ്ലാമിനെയും ഖുർആനിനെയും ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? പടിഞ്ഞാറൻ നാടുകളാണ്. കാരണം അവർക്ക് ഒരിക്കൽ അടി കിട്ടിയതാണ്. അവർക്ക് ശക്തമായ അടി ഒരിക്കൽ അവർക്ക് നന്നായി കിട്ടിയതാണ്. ആ അടിയുടെ ആഘാതത്തിൽ അവർ വീണുപോയതാണ്. പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് വീണ്ടും അവർ എഴുന്നേൽക്കുകയും മുസ്ലിംകൾ ദുർബലരായപ്പോൾ മുസ്ലിംകളെ അവർ ആഞ്ഞടിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഒരു വിഷയം നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിനെ തകർക്കാൻ കഴിയുകയില്ല. ആരൊക്കെ ഖുർആനെ നിഷ്പ്രഭമാക്കാൻ തീരുമാനിച്ചാലും അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്, ആ ഖുർആനിനെ നാം സംരക്ഷിക്കുകയും ചെയ്യും. ഖുർആനിനെ ഭയപ്പെടുന്നവർ കൂടുതലുള്ളത് യൂറോപ്യൻ നാടുകളിലാണ്. ഇന്ത്യ രാജ്യത്തുള്ള വിവിധ മതങ്ങളോ ദർശനങ്ങളോ ഖുർആനിനെ ഒരിക്കലും തന്നെ അവർ എതിർക്കുന്നില്ല. ഹൈന്ദവ മതവിശ്വാസികൾ ഖുർആനിനെ വിമർശിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം, അങ്ങനെ വിമർശിക്കുമ്പോൾ നിഷ്പ്രഭമാകുന്ന ഒരു വേദഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, ഹൈന്ദവ സഹോദരന്മാർ മറ്റ് മതസമൂഹങ്ങളെ അപേക്ഷിച്ച് സഹിഷ്ണുത കൂടുതലുള്ളവരാണ്. അവര് ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ സന്ദേശവുമായി അറബികൾ വന്നപ്പോൾ, സഹാബികൾ വന്നപ്പോൾ, ആ സഹാബിമാരെ
രണ്ട് കൈകൂട്ടി സ്വീകരിക്കുകയും മുസ്ലിംകൾക്ക് പള്ളിയുണ്ടാക്കാൻ സൗകര്യം നൽകുകയും ഇസ്ലാമിന് വളരാൻ പലപ്പോഴും വേദി ഒരുക്കുകയും ചെയ്തവരാണ്. എന്നാൽ പടിഞ്ഞാറ് അങ്ങനെയല്ല ചെയ്തത്. പടിഞ്ഞാറ് ഇപ്പോഴും ഇസ്ലാമിനെയും ഖുർആനിനെയും ഭയപ്പെടുകയാണ്. ആ ഭയപ്പാടിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ ഭയപ്പാടിന്റെ പേരിൽ തന്നെ അവരുണ്ടാക്കിയ പ്രത്യേക പഠന സംവിധാനത്തിന്റെ ഒരു പേരാണ് ഓറിയന്റലിസം. ഓറിയന്റലിസ്റ്റുകൾ ഖുർആനെ പറ്റി പലപ്പോഴും അവര് പഠിക്കാൻ വേണ്ടി എത്രയോ കൊല്ലങ്ങൾ ചെലവഴിച്ചവരുണ്ട്. 60 കൊല്ലം ഖുർആൻ പഠനത്തിന് സമയം വിനിയോഗിച്ച ഒരു പാതിരി യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ധാരാളം ആളുകൾ അങ്ങനെ പഠിക്കാൻ വന്നു. പക്ഷേ പഠിക്കാൻ വന്നവരുടെ കഥ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മല എലിയെ പ്രസവിച്ചു എന്നതാണ് അതിന്റെ ഉത്തരം. അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന് സമ്മതിക്കേണ്ടി വരികയും അവസാനം ഇസ്ലാം അവലംബിക്കുകയും ചെയ്തു. മോറിസ് ബുഖായി അതിന്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം ഇസ്ലാമിനെ വിമർശന പഠനത്തിന് വിധേയമാക്കി. അദ്ദേഹം ഖുർആനിലുള്ള പല ആശയങ്ങളും പഠിക്കാൻ ശ്രമം നടത്തി. അവസാനം ജർമ്മനിക്കാരനായ അദ്ദേഹം ഭ്രൂണത്തെ സംബന്ധിച്ചുള്ള പഠനം മറ്റെല്ലാ പുസ്തകങ്ങളിലും ഉള്ളതിനേക്കാൾ ഖുർആനിലാണ് എന്ന് കണ്ടെത്തിയപ്പോൾ ആ ഖുർആൻ പഠിച്ചു. അങ്ങനെ ഖുർആന്റെ പഠനം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അല്ലാഹു പടച്ചത് ഒരുതരം ഒട്ടുന്ന വസ്തുവിൽ നിന്നാണ് എന്നും ആ ഒട്ടുന്ന വസ്തു അലഖ് അഥവാ അട്ടയെ പോലെയാണ് എന്നുമുള്ള ഖുർആന്റെ പരാമർശം പഠനവിധേയമാക്കിയപ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗർഭസ്ഥ ശിശുവിനെയും അതുപോലെ ഗർഭത്തിലുള്ള ഭ്രൂണത്തെയും കുറിച്ച് എങ്ങനെയാണ് ഒരു മുഹമ്മദ് നബിക്ക് ഇത്ര കൃത്യമായി അതിന്റെ ആകൃതി പറയാൻ കഴിയുക? ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അല്ല എന്നും ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നും അതുകൊണ്ട് ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നും മോറിസ് ബുഖായി അംഗീകരിക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഖുർആൻ ബൈബിൾ ആൻഡ് സയൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേർ. ആ പുസ്തകം ഇവിടെ വളവന്നൂരിലോ അല്ലെങ്കിൽ കടുങ്ങ തോട് അല്ലെ തുണ്ട് ഇവിടെ ഖുർആൻ അത് എഴുതിയ ആള് മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാമായി. ഇസ്ലാം ആവാതെ നിർവാഹമില്ല. അങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ വിമർശിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പഠിക്കാൻ വരികയും അങ്ങനെ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് എത്തുകയും ചെയ്ത ഒട്ടേറെ സംഭവം യൂറോപ്പിലുണ്ടായിട്ടുണ്ട്. ഞാനവരുടെ പേരൊന്നും ഇവിടെ എണ്ണി പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ വായിക്കണം. ഖുർആനെ പറ്റി 2 കൊല്ലമായി ഖുർആന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നു. അപ്പോഴേക്ക് ചില ആളുകളുടെ ഒക്കെ വിചാരം ഏതാണ്ടൊക്കെ തികഞ്ഞു എന്നാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നറിയാം. കാരണം ഇപ്പോഴും നിങ്ങൾ ഈ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പരിശുദ്ധ ഖുർആനിലെ മുസഹഫിലെ ഏതെങ്കിലും ഒരു പേജ് മറിച്ചു വെച്ച് ആ പേജിലുള്ള ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ അർത്ഥം പറയൂ എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. എത്ര കൊല്ലമായി ഖുർആനുമായിട്ട് കെട്ടിമറിയുന്നു, ഖുർആൻ പഠിക്കാൻ വേണ്ടി എത്ര കാലം ചെലവഴിച്ചു. പക്ഷേ ഖുർആന്റെ സ്വഭാവം അതാണ്. ഖുർആൻ ഒരു ബഹറാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ലഹാ മആനിൻ കമൗജിൽ ബഹർ, സമുദ്രത്തിലെ മോജകൾ പോലെയാണ് ഖുർആനുമായി ബന്ധപ്പെട്ടാലുള്ള അനുഭവം. ഇവിടെ അല്പം ദൂരെ പടിഞ്ഞാറോട്ട് പോയാൽ കടൽ കാണാം. ആ കടലിലൂടെ നാം ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആ ബോട്ടിൽ സഞ്ചരിക്കുന്ന നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം, ഞാൻ കടലിൽ യാത്ര ചെയ്തു, കടൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ആ ബോട്ടിൽ സഞ്ചരിക്കുന്നവന് പറയാം. പക്ഷേ അയാൾ കടലിന്റെ ഉപരിതലത്തിലൂടെ
ആ ബോട്ടിൽ യാത്ര ചെയ്തു എന്നല്ലാതെ ആ ബഹറിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളെപ്പറ്റി വല്ലതും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അയാള് കടൽ തീരത്ത് വന്ന് ഒരു പക്ഷേ അദ്ദേഹം പ്രസ്താവന ഇറക്കും, ഞാൻ കടൽ കണ്ടുവരികയാണ്. സാധു, അയാളെക്കാൾ സാധു ദുനിയാവിലേറാറില്ല. യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ, ആ സമുദ്രത്തിൽ നിന്ന് മുത്ത് ലഭിക്കും, ആ സമുദ്രത്തിൽ നിന്ന് പവിഴം ലഭിക്കും, ആ സമുദ്രത്തിൽ നിന്ന് നവരത്നങ്ങളിൽപ്പെട്ട പലതും ലഭിക്കുമെന്ന് സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറയുന്നുവെങ്കിൽ, ഈ ബോട്ടിലൂടെ കടലിന്റെ മുകളിലൂടെ അല്പം പോയപ്പോൾ കുറച്ച് മത്തിയും ലേശം ചെമ്മീനും കിട്ടിയ ഈ സഹോദരൻ കടല് കണ്ടുവരികയാണ് എന്ന് പറയുമ്പോൾ അയാളുടെ ആ വാദം എത്രമാത്രം നിരർത്ഥകമാണോ അതുപോലെയാണ് ഖുർആൻ പഠിക്കുന്ന, ഖുർആനുമായി കെട്ടിമറിയുന്ന, ആ ഖുർആന്റെ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾ പോലും ഖുർആൻ പഠിച്ചു എന്ന് അവകാശപ്പെട്ടാലുള്ള അനുഭവം. അതുകൊണ്ട് ആരൊരിക്കലും പറഞ്ഞു പോകരുത്, ഞാൻ ഖുർആൻ 2 കൊല്ലമായി ക്ലാസ്സിൽ പോയി നന്നായി പഠിച്ചു എന്ന് ആരും പറയരുത്. പിന്നെയോ ആ ഖുർആനോട് എനിക്ക് മഹബത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആ ഖുർആനോട് എനിക്ക് മഹബത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാ. എന്നിട്ട് ആ മഹബത്ത് നിലനിർത്താൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പോൾ യൂറോപ്പ് ഖുർആനെ ഭയപ്പെട്ടപ്പോൾ പഠിക്കാനൊരുങ്ങിയപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വരേണ്ടി വന്നു. ഡോക്ടർ വില്യം മൂർ, അദ്ദേഹം ഇസ്ലാമിനെയും ഖുർആനിനെയും പറ്റി പഠിച്ച ഒരു ഓറിയന്റലിസ്റ്റാണ്. അദ്ദേഹവും അവസാനം ഇസ്ലാമിനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ധാരാളം ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയെങ്കിൽ ഇപ്പോൾ പുതിയൊരു രീതിയാണ് യൂറോപ്പ് സ്വീകരിക്കുന്നത്. അതായത് അഗാധമായ പഠനത്തിന് ഒരുങ്ങാതെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തുകൊണ്ട് ആ പോയിന്റ് ഇങ്ങനെ ഉറക്കെ പലവട്ടം ആ കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ഖുർആൻ ഇങ്ങനെ വിമർശിക്കുക. ആ ഒരു ശൈലി ഇന്ന് യൂറോപ്പ് ആരംഭിച്ചിരിക്കുന്നുവെങ്കിൽ ഇസ്ലാമിക സമൂഹത്തോട് പറയട്ടെ, നാം ഓരോരുത്തരും ആ വിമർശനങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ പത്രങ്ങളിലോ മീഡിയകളിലോ ചാനലുകളിലോ കേട്ടാൽ, കണ്ടാൽ, അറിഞ്ഞാൽ ആ സമയത്ത് നാം ഉടനെ തന്നെ എന്താണ് ചെയ്യേണ്ടത്? അറിയാവുന്ന ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ ഈമാൻ ഉറപ്പിക്കുക. ഈമാന് പോറൽ ഏൽക്കാതെ ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണം. ഖുർആൻ വേദഗ്രന്ഥമാണ്. വേദമെന്ന് പറയുമ്പോൾ കുറെ വേദങ്ങൾ ഉണ്ട്. ആ വേദങ്ങളെ പറ്റി എല്ലാം നമുക്ക് നല്ല അഭിപ്രായമാണ്. ഒരു വേദത്തെയും ആരും പരിഹസിക്കാൻ പോകരുത്. ഇസ്ലാമിനോടും ഖുർആനിനോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ ഭഗവത്ഗീതയെ വിമർശിക്കരുത്. ഇസ്ലാമിനോടും ഖുർആനിനോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ ബൈബിളിനെ നാം അങ്ങാടികളിൽ വിമർശിക്കരുത്. കാരണം ബൈബിളും ഗീതയും ഖുർആനുമെല്ലാം ഈ ലോകത്ത് സമാധാനം നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്ന ആളുകളിലൂടെ ലോകത്ത് സമാധാനമുണ്ടായിട്ടുണ്ട്. ഏതൊരു മതമാകട്ടെ ആ മതത്തിന് കുറെ നല്ല വശങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ നന്മ എന്ത് എന്ന് ചോദിച്ചാൽ അത് ഉൾക്കൊള്ളുന്ന കുറെ ആളുകൾ ഈ രാജ്യത്തുണ്ട്. അതൊരു നന്മയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വേദഗ്രന്ഥമോ ലോകത്ത് ആരോ പരിചയപ്പെടുത്തി, ഒരാളും അതിന്റെ പിന്നാലെ കൂടിയില്ല എങ്കിൽ എത്ര ദയനീയമായിരിക്കും ആ അവസ്ഥ. അങ്ങനെയല്ലല്ലോ ഉള്ളത്. ഏതിവിടെ വരുമ്പോഴും അതിന്റെ പിന്നാലെ കുറെ ആളുകളുണ്ട്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത. ഇന്ത്യ രാജ്യം വിവിധ മതങ്ങൾ ഉള്ള, വിവിധ സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ്. സെക്യുലറിസമാണ് ഈ രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥ. ഇന്നലെയും മെനയാന്നുമുള്ള ഇംഗ്ലീഷ് പത്രത്തിൽ സെക്യുലറിസത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിലെ ചില ആളുകൾ ചില പ്രസ്താവനകൾ ഇറക്കിയത് ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. കാരണം അതിന്റെ മറുപടി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. വൈവിധ്യത്തിലാണ് സന്തോഷമെന്നും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും യോജിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ ഉറച്ചു നിൽക്കുമെന്ന് നാം പ്രതീക്ഷിക്കുക. ഏതെങ്കിലും ആകട്ടെ, ഏത് വേദമാകട്ടെ, ആ വേദത്തിന് ചില നല്ല വശങ്ങളുണ്ട്. അത്
ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഗുണം ചെയ്യാൻ ഒരു വേദത്തിന് കഴിഞ്ഞാൽ അത് ആ വേദത്തിന്റെ നന്മയാണ്. അതുപോലെ മാത്രമാണ് ഖുർആൻ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആന് ചില പ്രത്യേകതകളുണ്ട്. ആ ഖുർആന്റെ പ്രത്യേകത, ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ എന്റെ ഈ പ്രഭാഷണം മുസ്ലിംകളോട് മാത്രമല്ല, ഈ പ്രഭാഷണം എവിടെയെല്ലാം ആരെല്ലാം കേൾക്കുന്നുവോ അവരോടാണ്. ഈ സദസ്സിൽ ഒരുപക്ഷെ കോളേജുകളിലെ ലെക്ചറർമാർ ഉണ്ട്. ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ അഡ്വക്കറ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ വക്കീലുമാരുണ്ട്, അതുപോലെ മതപണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാരുണ്ട്, തെങ്ങുകയറ്റ തൊഴിലാളികളുണ്ട്, അട്ടിമറിക്കാരുണ്ട്, ടൈലർമാരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരെല്ലാം മനസ്സിലാക്കണം, ഖുർആന് മറ്റ് വേദങ്ങളെക്കാൾ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറയുകയല്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് മുസ്ലിംകളുടെ ഒരു സദസ്സിലായതുകൊണ്ട് പറയുകയല്ല, മറിച്ച് നിഷ്പക്ഷമായി നാം പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഖുർആന്റെ ഒരു ശൈലി തന്നെ പഠിക്കാൻ മുന്നോട്ട് വരണം എന്ന് പലതവണ ആവർത്തിച്ച് മനുഷ്യന് ഉപദേശിച്ചിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. പഠിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക സമൂഹത്തിൽ മദ്രസകളുള്ളത്. വേറെ പല മതങ്ങളിലും മദ്രസ സിസ്റ്റം ഇല്ല. ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ 1-ാം പേജിൽ 2 വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റ്, ആ പത്രം വരുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ വായിക്കുന്നവരും പരിചയമുള്ളവരും ഉണ്ടാകും. അതിൽ മദ്രസകളെ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റുകൾക്ക് മറുപടിയായി ഇന്നത്തെ പത്രത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസ്താവന നാം വായിക്കുകയും ചെയ്തു. ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. മദ്രസകളെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി സെന്ററുകളാണ്. സ്റ്റഡി സെന്റർ എപ്പോഴാണ് പഠനം ആരംഭിക്കേണ്ടത്? ചെറിയ പ്രായത്തിൽ തന്നെ പഠനം ആരംഭിക്കണം. വലിയതായതിനു ശേഷം പഠനം തുടങ്ങിയാൽ പോരാ. ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുകയാണ്, മദ്രസയിൽ പഠിക്കുകയാണ്. 4 വയസ്സ് പ്രായമുള്ള സമയത്ത് മദ്രസയിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ചേർത്തി. ആ 4-ാമത്തെ വയസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ ആ പഠിക്കുന്ന ക്ലാസ്സിലെ ഒരു ചെറിയ കുട്ടി ഒരിക്കൽ ഉസ്താദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉസ്താദിന്റെ താടികൾ ആദ്യം കറുത്ത നിറമായിരുന്നു, അതൊക്കെ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ താടി എന്താണ് ഇങ്ങനെ വെളുത്ത നിറത്തിൽ വരുന്നത്? അപ്പൊ ഉസ്താദ് ഒരു വടിയെടുത്ത്, ഓടാ പഹയ, വേണ്ടാത്ത ചോദ്യം ചോദിച്ചാൽ എന്നേതെങ്കിലും ഒരു മുഅല്ലിം പറയുമോ? പറയൂല. മറിച്ച് ആ മുഅല്ലിം കുട്ടിയോട് പറയുന്നത് എന്താണ്? തെങ്ങിന്റെ മടൽ അടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ? മോനെ, മാവിലും പ്ലാവിലും അതുപോലെ തെങ്ങിലുമൊക്കെയുള്ള ഓലകൾ ആദ്യം പച്ച നിറത്തിലാണ്, പിന്നെ മെല്ലെ മെല്ലെ അതിന്റെ നിറം മാറുകയും അത് വാടി ഉണങ്ങി വീഴുകയും ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ മനുഷ്യൻ ആദ്യത്തിൽ അവന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ കറുത്തതായിരിക്കും. പിന്നെ പ്രായം കൂടുമ്പോൾ ആ കറുത്ത രോമങ്ങൾ വെളുത്ത നിറമായി മാറും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് എന്ന് ആ മദ്രസയിലെ ഗുരുനാഥൻ, സ്കൂളിലെ അധ്യാപകൻ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ആ ചോദിക്കുന്ന കുഞ്ഞിനെ ഒരിക്കലും തന്നെ വിരട്ടാൻ പാടില്ല. ഇത് ചോദിക്കാനാ നീ ഇവിടെ മദ്രസയിൽ വന്നത്, യൂസ്ലെസ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കുറ്റം പറയാൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം, മനുഷ്യൻ ചോദിക്കുന്ന വേദഗ്രന്ഥമാണ് ഫുർഖാനുൽ അലീം എന്ന വേദഗ്രന്ഥം. ഇപ്പോൾ നാം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഈ 21-ാം നൂറ്റാണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ശക്തി ലോകത്ത് നിലനിൽക്കുന്ന സന്ദർഭമാണ്. കാര്യങ്ങളെപ്പറ്റി പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്
വിദ്യാഭ്യാസത്തിന്റെ മാർഗങ്ങൾ വികസിക്കുന്നുണ്ട്. അറേബ്യയിൽ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലാണ് AD 571 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ആരാവേണ്ടി വന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ എന്താണോ പറയുന്നത് അതൊക്കെ നിങ്ങൾ വിഴുങ്ങണമെന്നില്ല. നിങ്ങൾ ഗുളിക വിഴുങ്ങുന്നത് പോലെ എന്റെ വാക്കുകൾ മുഴുവനും വിഴുങ്ങണമെന്നായിരുന്നില്ല പറഞ്ഞത്. മറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കണം. പരിശുദ്ധ ഖുർആൻ പഞ്ചുരങ്ങൾ പറയുന്ന ഒരു പദമാണ് യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് യസ്അലൂനക അനിൽ യതാമാ ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ യസ്അലൂനക മാദാ യുൻഫിഖൂൻ യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാം യസ്അലൂനക അനിൽ മഹീദ്. യസ്അലൂനക കൊണ്ട് ആരംഭിക്കുന്ന 15 വാക്യങ്ങൾ ഖുർആനിൽ കാണാം. അതിന്റെ അർത്ഥം, ഓ മുഹമ്മദ് നബിയെ, നിങ്ങളോട് ജനങ്ങൾ സംശയങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആളുകളെ നിരാശപ്പെടുത്താതെ ഖുൽ, അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അൻദിൽ ഖർനൈൻ യസ്അലൂനക അനിർ റൂഹി. ഇതെല്ലാം ഖുർആനിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഖുർആന്റെ ശൈലി ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശൈലിയാണെങ്കിൽ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ചരിത്ര വിദ്യാർത്ഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്താണ്, ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ നമ്മുടെ ഈ കടുങ്ങത്തുണ്ടിലെ പള്ളിയിലെ ഉസ്താദിന്റെ സമീപത്ത് വന്ന് ഒരു വിഷയം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മർക്കദു സഖാഫത്തി സുന്നിയയിൽ ചെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഹിക്കമിയ കോളേജിൽ ചെന്ന് ചോദിക്കുകയാണ്, മഅദിനിൽ ചെന്ന് അന്വേഷിക്കുകയാണ്, അല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ഗുരുനാഥനോട് ഒരു സംശയം ചോദിക്കുകയാണ് എങ്കിൽ ആ ചോദ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ചോദിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ദർശനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മൂലപ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വേദഗ്രന്ഥമല്ല. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുവാൻ അർഹതയുള്ള വേദഗ്രന്ഥമാണ്. എത്ര വേദഗ്രന്ഥങ്ങൾ കാല യവനികൾക്കുള്ളിലേക്ക് മറിഞ്ഞുപോയി എന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അഹ്മദ് ദീദാത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അഹ്മദ് ദീദാത്ത്. ഇപ്പോൾ അദ്ദേഹം ഇല്ല, മരണപ്പെട്ടുപോയി. വലിയൊരു സ്കോളർ ആയിരുന്നു അദ്ദേഹം. അദ്ദാഇയത്തുൽ കബീർ, ആഫ്രിക്കയിലും യൂറോപ്പിലും നിറഞ്ഞു നിന്ന വലിയ പണ്ഡിതനായിരുന്നു അഹ്മദ് ദീദാത്ത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാകും. അറബ് നാടുകളിൽ അബുദാബിയിലും ദുബൈയിലും ഖത്തറിലും കുവൈത്തിലും ഒമാനിലും സൗദി അറേബ്യയിലും ജോലി ചെയ്യുന്ന ധാരാളം സഹോദരന്മാർ ഈ പ്രദേശത്തുണ്ട്. ഗൾഫിലൊക്കെ പോയാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം CD കണ്ടിട്ടുണ്ടാകും. ആ CDയിൽ ഒരു CD ഞാൻ കണ്ടിട്ടുണ്ട്. ആ CDയിൽ അദ്ദേഹം വാദപ്രതിവാദം നടത്തുന്ന ഒരു CD. അദ്ദേഹം ആരോടാണ് വാഗ്വാദം നടത്തുന്നത്? ഒരു ക്രൈസ്തവ അച്ഛനുമായി വാഗ്വാദത്തിലേർപ്പെടുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നു, ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമാണ്, ഇത് അള്ളാഹുവിന്റെ വാക്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും ഇതിന് മാറ്റം വന്നിട്ടില്ല. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് കൃതി ഏത് പുസ്തകത്തിന്റേതാണ് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം മറുപടി പറയാൻ കഴിയും. ഇന്ന് വരെ കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് കൃതി പരിശുദ്ധ ഖുർആന്റേതാണ്. അൽ മത്ഹഫുൽ ഇസ്ലാമി, ഈജിപ്തിലെ മ്യൂസിയം, ഫറോവയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിട്ടുള്ള ഈജിപ്തിലെ ഇസ്ലാമിക് മ്യൂസിയത്തിൽ ഖുർആന്റെ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് കൃതി സൂക്ഷിച്ചിരിക്കുന്നു. ആ കയ്യെഴുത്ത് പ്രതിയേക്കാൾ പഴക്കമുള്ള ഒരു കയ്യെഴുത്ത് കൃതി വേറെ കണ്ടിട്ടില്ല എങ്കിൽ ആ കയ്യെഴുത്ത് കൃതിയിലുള്ള ആ ഖുർആന്റെ വരികൾ തന്നെയാണ് ഈ വളവന്നൂരിലെ ഈ പ്രദേശത്തെ ഒരു പാവപ്പെട്ട മുസൽമാന്റെ വീട്ടിലുള്ള മുസഹഫിലുള്ള വരികളും ആ കയ്യെഴുത്ത് കൃതിയിലുള്ള വരികളും തമ്മിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല.
ഒരക്ഷരം ആരെങ്കിലും തിരുത്തിയാൽ അത് കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു കുട്ടി ഒരു മുസഹബിലുള്ള ഒരു അക്ഷരം ചുരണ്ടിയാൽ അത് കണ്ടുപിടിക്കും. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളുണ്ട്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏത് സന്ദർഭത്തിലും നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തണം. ഖുർആൻ കാണാതെ പഠിച്ച കുട്ടികൾ റമദാനിൽ നിസ്കാരത്തിന്, തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ, ആ തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഖുർആൻ ഹാഫിള് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പള്ളിയിലെ പിന്നിലെ നിരയിലുള്ള ഒരാൾ ഒരു മുസഹഫ് എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് മുസഹഫിൽ അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. ഈ ഹാഫിള് ഓതുന്ന ഖുർആനും ഈ ഖുർആനും പോലെ ഒരൊറ്റ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. അങ്ങനെ കാണാതെ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ പഠിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. വേറൊരു വേദഗ്രന്ഥവും ആരും കാണാതെ പഠിച്ചിട്ടില്ല. ബൈബിൾ കാണാതെ പഠിച്ച ഒരച്ഛനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? പരിചയപ്പെടുത്താൻ കഴിയുമോ? ഇതൊന്നും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ഇത് ആരുടെ കലാമാണ്? ഇത് അല്ലാഹുവിന്റെ കലാമാണ്. വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ഇതേതെങ്കിലും ഒരു കവിയുടെ വാക്യമല്ല. ഇതൊരു ജ്യോത്സ്യൻ കെട്ടിച്ചമച്ചതുമല്ല. ഇതേതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയതായിരുന്നുവെങ്കിൽ ഇത് എന്നോ തൊണ്ടി സഹിതം പിടികൂടിയേനെ. ഇത് റബ്ബിന്റെ കലാമാണ്. മസ്ജിദുൽ ഹറാമിലൊക്കെ പോയാൽ എന്തൊരു സന്തോഷമാണ്. അള്ളാഹുവെ, ആ മസ്ജിദുൽ ഹറാമിൽ എത്രയോ തവണ പോകാൻ ഞങ്ങൾക്കും ഞങ്ങളെ കുട്ടികൾക്കും ഞങ്ങളെ സുഹൃത്തുക്കൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ ഖുർആനിലെ ഇമാമ്, അത് ആ ഹറമിലെ ഇമാമ് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ എന്തൊരു സന്തോഷം. ആ പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്. അതൊരു സാധാരണ വേദഗ്രന്ഥമല്ല. മറ്റ് എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഉണർത്തിയല്ലോ, ഒരു സെക്യുലർ രാജ്യമായ ഈ രാജ്യത്ത് വിമർശന പഠനങ്ങൾ നടത്തുമ്പോൾ പോലും ഒരു മതത്തെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിംകൾ ഇന്ത്യയോട് സ്നേഹമുള്ളവരാകണം. ഇന്ത്യയിലെ മുസ്ലിംകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂറുള്ളവരാകണം. ഇന്ത്യയിലെ മുസ്ലിംകൾ ഇന്ത്യയിലെ സകല ജനങ്ങളോടും സ്നേഹമുള്ളവരാകണം. ഈ രാജ്യത്തെ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മറ്റെല്ലാ മതക്കാരോടും നമ്മുടെ മനസ്സിൽ ബഹുമാനമുണ്ടാവണം. ആ ബഹുമാനമുള്ളപ്പോൾ തന്നെ കേരളമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതമെന്നു കേട്ടാലോ ഒഴുകണം ചോര ഞരമ്പുകളിൽ എന്ന് ആരോ പാടിയപ്പോൾ അത് സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ ഓക്കെ. പക്ഷേ അതിര് കവിഞ്ഞ സ്നേഹം പാടില്ല, ആരോടും പാടില്ല. നമ്മളെ സ്വന്തം ശരീരത്തെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട ഒരു സാധനമുണ്ട്. അതേതാണ്? ഇസ്ലാമാണ്. ആ ഇസ്ലാമിനോട് ശരീരത്തോടുള്ളതിനേക്കാൾ സ്നേഹം വേണം. അതിനോട് നമ്മളെ കൽബിൽ അങ്ങേയറ്റത്തെ മഹബത്ത് വേണം. ആ മഹബത്തോടുകൂടി നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റെല്ലാ വേദഗ്രന്ഥങ്ങൾക്കും ചില നന്മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്രൈസ്തവ ദർശനത്തിന്റെ ഒരു നന്മ, അയൽക്കാരെ സ്നേഹിക്കാൻ ബൈബിൾ ഉപദേശിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിൻ്റെതായ നന്മകളുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കാൻ ആ പ്രസ്ഥാനം ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് അതിൻ്റെതായ നന്മകളുണ്ട്. രാജ്യത്തോട് കൂറും ഭക്തിയുമുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ആ പ്രസ്ഥാനം ശ്രമിക്കുന്നുണ്ട്. വേറെ ചില സംഘടനകൾ ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹത്തിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്താനും വാദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ സംസ്കാരങ്ങൾക്കും അതിന്റെ ഗുണങ്ങളുണ്ട് എങ്കിൽ എല്ലാ നന്മകളും എല്ലാ നാടുകളിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നന്മകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നും വിട്ടുപോകാത്ത ഒന്നും മറന്നുപോയിട്ടില്ലാത്ത
ഒരേ ഒരു വേദഗ്രന്ഥം ഖുർആനാണ്. കാരണം ആ വേദഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത് അല്ലാഹുവാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. നമ്മൾ ഈ ക്ലാസ് കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ ഏറ്റി തരട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഈമാൻ വർദ്ധിക്കാനാണല്ലോ ഇവിടെ വന്നത്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് ഉറക്കമില്ല, അവന് തൂങ്ങിയുറക്കവുമില്ല. നമുക്കത് രണ്ടും മാത്രമേ ഉള്ളൂ. നാളെ വയല് പറയുമ്പോൾ ആരോ ഉറങ്ങിപ്പോയി, പിന്നെ അതിലും വലിയ എന്ത് പറയാനാണ്? അങ്ങനെയാണ് വയലിലെ അയാൾ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അപ്പൊ സദസ്സ് ആരോ ചോദിച്ചു, ആര്? അപ്പൊ അയാൾ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഉറങ്ങിപ്പോയതാണ്. അപ്പൊ പ്രഭാഷണത്തിൽ ഉറങ്ങുന്നവർ, പ്രഭാഷണം കേൾക്കുന്നവര്, പിന്നെ ഖുതുബൊക്കെ നടക്കുമ്പോൾ ഉറങ്ങുന്ന ആളുകളുണ്ട്, പരീക്ഷ ഹാളിൽ ഉറങ്ങുന്നവരുണ്ട്. മാവ് കുഴക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങി. അപ്പോൾ പൂച്ചക്കുട്ടി വന്ന് മാവ് തിന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുമെങ്ങനെ ഉറങ്ങിപ്പോകും. ആ ഉറങ്ങിപ്പോകുമ്പോൾ പൂച്ച വന്ന് റൊട്ടി എടുത്ത് കടിച്ചു കൊണ്ടുപോയി. അല്ലെ ഇറച്ചിയോ മീനോ മുറിച്ചിടുമ്പോ ഒരറ്റത്തുള്ള മീൻ പൂച്ച കൊണ്ടുപോയി. അത്ഭുതപ്പെടാനില്ല, മനുഷ്യനാണ്. അതുകൊണ്ട് ഭാര്യ അതിന്റെ പേരിലൊന്നും തലാക്കല്ലണ്ട. ആ തലാക്കല്ലിയാലും വിമർശനം ഇസ്ലാമിന്റെ പേരിലാ വരിക. എന്നാൽ ഉറക്കം തീരെയില്ലാത്തവനായ അല്ലാഹ്, ലാ തഅഖുദുഹു സിനത്തുൻ, അല്ലാഹുവിന് തൂങ്ങിയുറക്കമില്ല, അല്ലാഹുവിന് ഉറക്കവുമില്ല. ആ ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, എല്ലാ സൽഗുണങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായ അല്ലാഹുവിന്റെ വചനമാണ്. ആ അല്ലാഹുവാണ് ഈ പ്രകൃതിയെ പടച്ചത്. ആ അല്ലാഹുവാണ് വായു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അല്ലാഹുവാണ് സൂര്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൂര്യനെ അല്ലാഹുവല്ലാത്ത മറ്റാരെങ്കിലും സൃഷ്ടിച്ചതാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ആർക്കും അങ്ങനെ ഒരു അവകാശവാദമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ദി മെൻ, നോട്ട് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ബൈ ദി മെൻ. ഐൻസ്റ്റീൻ ആണെന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ 19-ാം നൂറ്റാണ്ട് ഏറ്റവും വലിയ സയന്റിസ്റ്റാണ്. ആ ഐൻസ്റ്റീൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യുവാക്കളെ, പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് നാം എന്തിനു മടിക്കണം? കാരണം 19-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സയന്റിസ്റ്റ് അദ്ദേഹമാണ്. ആറ്റത്തിന്റെ ഉപജ്ഞാതാവ്, ആറ്റം കണ്ടുപിടിച്ച സയന്റിസ്റ്റ്. അള്ളാഹുവിൽ വിശ്വസിച്ചുവെങ്കിൽ സ്കൂളിൽ പഠിച്ച, കോളേജിൽ പഠിക്കുന്ന, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അഭിമാനത്തോടെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊള്ളുക. ഞാൻ പറയട്ടെ, ആ അള്ളാഹുവാണ് വായു പടച്ചിട്ടുള്ളത് എങ്കിൽ ആ വായു നാം ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവാണ് നമ്മുടെ ശരീരത്തിൽ രോമങ്ങൾ പടച്ചിട്ടുള്ളത്. ആ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം ലഭിച്ചിട്ടുള്ളത്. ആ അള്ളാഹുവാണ് വെള്ളം നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വെള്ളത്തെ സംബന്ധിച്ച് ഇവിടെ സയൻസ് പറയുന്നു, ഹൈഡ്രജൻ 2 പ്ലസ് ഓക്സിജൻ 1 സമം വെള്ളം, H2O. വെള്ളത്തിന്റെ സാങ്കേതിക നാമം H2O എന്നാണ്. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. 7-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ ഒരു പാഠം, ജലം എന്നൊരു പാഠമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഈ പ്രഭാഷണം സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയട്ടെ, ജലം എന്ന് പറയുന്ന ആ പാഠം സ്കൂളിൽ നാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലത്തെ സംബന്ധിച്ച് സ്കൂൾ പുസ്തകത്തിൽ പറയുന്നു, ജലം ലഭിക്കുവാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. തടാകങ്ങൾ, പുഴകൾ, അരുവികൾ, അവിടെയെല്ലാം ജലമുണ്ട്. ആ ജലം നമുക്ക് ലഭിക്കുന്നത് ആകാശത്തുള്ള കാർമേഘത്തിൽ നിന്നാണ് എന്ന് സ്കൂളിലെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ആ ജലത്തെ ഇവിടെ ഉണ്ടാക്കാൻ സയന്റിസ്റ്റുകൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല. മഴ ഇവിടെ പെയ്യുന്നില്ലെങ്കിൽ
മഴ പെയ്യിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല. എങ്കിൽ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിന്റെ പ്രകൃതിയിലാണ് നാം ജീവിക്കുന്നത്. അള്ളാഹു സൃഷ്ടിച്ച സൂര്യന്റെ പ്രകാശമാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പടച്ച വെള്ളമാണ് നാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ ഇസ്ലാം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സകല ജനങ്ങളിലേക്കും വന്നിട്ടുള്ള ദർശനമാണ്. ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള മതമല്ല. ഇസ്ലാമിനെ ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ മതമാണ്. ഇന്നലെ വരെ അമുസ്ലിമായി ജീവിച്ച വ്യക്തി ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ്, ഞാൻ ഇസ്ലാമാകട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നാവുകൊണ്ട് ഉച്ചരിച്ചാൽ അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ജുമഅത്ത് പള്ളിയിൽ വന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്യം മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഉച്ചരിച്ച വ്യക്തി അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ ആ പള്ളിയിൽ അദ്ദേഹത്തിന്റെ സീറ്റ് എവിടെയാണ്? ഏറ്റവും പിന്നിലാണോ അവനിരിക്കേണ്ടത്? അല്ല, ഏറ്റവും മുന്നിലിരിക്കാനുള്ള അവകാശം അവനുണ്ട്. ആ പള്ളി നിർമ്മിച്ച, പള്ളിക്ക് സ്ഥലം വഖഫ് ചെയ്ത ഹാജി സാഹിബ് ഒന്നാമത്തെ സഫിലിരിക്കുമ്പോൾ ആ ഒന്നാം സഫിലിരിക്കുന്ന ഹാജി സാഹിബിന്റെ തൊട്ടടുത്ത് മിഹ്റാബിൽ നിൽക്കുന്ന ഇമാമിന്റെ തൊട്ടു പിന്നിൽ ഈ പുതുമുസ്ലിം വന്ന് ഇരുന്നാൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇവിടെയുള്ള പരമ്പരാഗത മുസ്ലിമിന് അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇസ്ലാം ഈ രാജ്യത്ത് സകല ആളുകളുടെയും അവർക്ക് അവകാശപ്പെട്ട മതമാണ്. എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. ഒരാൾ വന്ന് പറയുന്നു, ഹാജി സാഹിബ് എനിക്ക് ഇസ്ലാമിൽ വരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ വന്ന് പറയുമ്പോൾ നീ വരണ്ട, വന്ന ആളുകളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പ്രയാസപ്പെടുകയാണ്. ഉള്ള കുട്ടികൾ തന്നെ റോഡുമെന്ന് എനിക്ക് 10 ഉണ്ട്, അതിൽ 9 പിടിച്ചിട്ട് കിട്ടുന്നില്ല. നീ ഇസ്ലാം പുറത്താണ്. ഇത് വീര്യമുള്ള മതമാണ്, ശക്തിയുള്ള മതമാണ്. ഇസ്ലാം മതത്തിന്റെ കെലിമ ചൊല്ലിത്തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ നമ്മെ സമീപിച്ചാൽ പിന്നെ വാ എന്ന് പറയാൻ പാടില്ല, പിന്നെ ഉടനെ കെലിമ ചൊല്ലിക്കൊടുക്കണം. ബാക്കി എല്ലാ പണികളും നിർത്തിവെച്ച് അവനെ അടുത്തേക്ക് വിളിച്ചിരുത്തി കെലിമ ചൊല്ലിക്കൊടുക്കണം. നമുക്ക് ചൊല്ലിക്കൊടുക്കാൻ ധൈര്യമില്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച് ആ കെലിമ ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് അവനെ മതം പഠിക്കാൻ വേണ്ടി ഇവന്റെ പെർമിറ്റ് നൽകിയിട്ടുള്ള 2 കേന്ദ്രങ്ങളുണ്ട്. പൊന്നാനിയിലെ മഹൂനത്തുൽ ഇസ്ലാം സഭ, കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം സഭ. ഈ 2 സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പ്രത്യേകം ലൈസൻസ് നൽകിയിട്ടുണ്ട്. ഈ ലൈസൻസ് പോലും ലഭിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്തോട് നമ്മൾ ഹൃദയത്തിൽ സ്നേഹം വേണം, ഇസ്ലാമിനോട് സ്നേഹം വേണം, ഈ രാജ്യത്തോടും സ്നേഹം വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാം എന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട മതമാണ്. എങ്കിൽ ആ ഖുർആന്റെ സമഗ്രതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ആശയങ്ങൾ ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഞാൻ പറയട്ടെ, ഖുർആന്റെ ഒരു വലിയ പ്രത്യേകത ഖുർആന്റെ ഭാഷാപരമായ സൗന്ദര്യമാണ്. ഖുർആന്റെ ഭാഷ അറബിക് ഭാഷയാണ്. ഖുർആന്റെ ഭാഷ അറബി ഭാഷയാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രയധികം ചരിത്രപരമായി പാരമ്പര്യമുള്ള വേറൊരു ഭാഷയില്ല. ഇംഗ്ലീഷ് ഭാഷയെപ്പറ്റിയാണ് ഇന്ന് ഇംഗ്ലീഷിനോട് നമ്മളെല്ലാവരുടെയും കൽബിൽ കൂടുതൽ സ്നേഹം ഇംഗ്ലീഷ് ഭാഷയോടായി മാറിക്കഴിഞ്ഞു. നാളെ ആരോ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ഉസല്ലി ലില്ലാഹി 2 റക്അത്ത് അല്ലാഹു അക്ബർ. ഭാഷയെല്ലാം കൂടി പോയിട്ട് എവിടെ എത്തി എന്നുള്ളതിനുള്ള തെളിവ് പറഞ്ഞതാണ് ഞാൻ. ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പേരെഴുതി ഒപ്പിടുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിഭക്ത സമസ്തയുടെ പണ്ഡിതന്മാർ, അതുപോലെ അതിനുശേഷമുള്ള ആലിമീങ്ങൾ
അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഇവിടെ വന്നതിന് ശേഷമുള്ള ആലിമീങ്ങൾ ആ ഇംഗ്ലീഷ് ഭാഷയെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന ഭാഷ ഏതാണ്? അറബി ഭാഷയായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ ഇന്നൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണത്? ഇംഗ്ലീഷ് ഭാഷയിൽ പഴയ കാലത്തുള്ള ഇംഗ്ലീഷ് അല്ല ഇപ്പോഴത്തെ ഇംഗ്ലീഷ്. ഇപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടൻ ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് ബ്രിട്ടന്റേതാണ്, യഥാർത്ഥ ഇംഗ്ലീഷ് ബ്രിട്ടന്റേതാണ്. ആ ബ്രിട്ടന്റെ ഇംഗ്ലീഷിൽ ഫോട്ടോ എന്ന് എഴുതുമ്പോൾ PHOTO ആണ്. അമേരിക്കൻ ഇംഗ്ലീഷോ FOTO ആണ്. ഏതാ സൗകര്യം? രണ്ടാമത്തെ സൗകര്യം. ഉച്ചരിക്കും പോലെ എഴുതിയാൽ മതി അമേരിക്കൻ ഇംഗ്ലീഷ്. ബ്രിട്ടന്റെ ഇംഗ്ലീഷോ അവരെഴുതിയതുപോലെ തന്നെ നമ്മൾ എഴുതണം, അവരുച്ചരിച്ച പോലെ ഉച്ചരിക്കുകയും വേണം. അതുകൊണ്ട് ഇന്ന് ജനപിന്തുണ വർദ്ധിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിനാണ്. കാരണം എങ്ങനെ എഴുതാം, ഏത് രൂപത്തിൽ എഴുതാം. ബ്രിട്ടന്റെ ഇംഗ്ലീഷ് ആകട്ടെ അവരെങ്ങനെ എഴുതിയോ അതുപോലെ എഴുതണം. എങ്കിൽ ആ ഭാഷ പ്രതിസന്ധിയെ തരണം ചെയ്യുകയാണ്. ഇനി മുന്നോട്ട് ഇംഗ്ലീഷിന്റെ ഏത് ശൈലിയാണ് ലോകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഭാഷയേക്കാൾ എത്രയോ പഴക്കമുള്ള അറബി ഭാഷയോ ഒരു പ്രതിസന്ധിയുമില്ല. അറബി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അത് ആ ഭാഷയുടെ പ്രത്യേകതയാണ്. എങ്കിൽ ആ ഭാഷയിലാണ് അല്ലാഹു തആല ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതായി ആ ഖുർആൻ ഏറ്റവും വലിയ മഹത്വത്തെപ്പറ്റി ആലോചിക്കണം. ആ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവ് ആരാണ്? സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആന്റെ ലോകത്ത് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ആ നേതാവിനേക്കാൾ ചരിത്രപരമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും കഴിയില്ല. എത്രയോ മതനേതാക്കളും പരിഷ്കർത്താക്കളും ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. എങ്കിൽ ഒരു നേതാവ് ജനിച്ച സമയം ഏത്, ആ നേതാവ് ജനിച്ച ദിവസം ഏത്, ആ നേതാവ് എത്ര കാലം ജീവിച്ചു, ആ നേതാവ് മരിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ എത്ര രോമങ്ങൾ നരച്ചതുണ്ടായിരുന്നു, ആ നേതാവിന്റെ ഭാര്യയും ആ നേതാവും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ആകത്തുക എന്താണ്, ആ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഇത്രയധികം ജീവിതത്തിൽ ചലനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു നേതാവ് ചരിത്രത്തിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം ലൈബ്രറികളിൽ ലഭിക്കും. മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആ ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിശ്വചരിത്രാവലോകം എന്നാണ് മലയാളത്തിൽ ആ പുസ്തകത്തിന്റെ പേർ. തടിച്ച 2 ജിൽദുകളുള്ള വിശ്വചരിത്രാവലോകം വായിച്ചു നോക്കൂ. ജവഹർലാൽ നെഹ്റു തന്റെ പ്രിയപ്പെട്ട മകളായ ഇന്ദിര പ്രിയദർശിനിയോട് പറയുന്നുണ്ട്, മോളെ, ലോകത്ത് ധാരാളം സംസ്കാരങ്ങൾ വന്നു. ആ സംസ്കാരങ്ങളിൽ അറേബ്യയിൽ ഉദയം ചെയ്ത ഒരു വലിയ സംസ്കാരമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ അറേബ്യയിൽ കൊണ്ടുവന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. എന്നിട്ട് നെഹ്റു തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട മോളെ, ആ മുഹമ്മദ് വലിയ ത്യാഗമുള്ള ആളായിരുന്നു, ത്യാഗബുദ്ധിയുള്ള ആളായിരുന്നു. ഖുർആനുമായി അദ്ദേഹം അറേബ്യയിൽ കടന്നു വന്നപ്പോൾ ശക്തമായ എതിർപ്പ് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. ആ നേതാവിന്റെ ചരിത്രം നെഹ്റുവാണ് വിവരിക്കുന്നത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ചരിത്രത്തിൽ ജീവിച്ച ഒരു ഹീറോ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സീറോ അല്ല, ഹീറോ ആയിരുന്നു, ജീവിച്ച ഒരു കഥാപാത്രമായിരുന്നു. എങ്കിൽ ജോസഫ് എടമറുക് ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകം എഴുതിയ ജോസഫ് എടമറുക് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ സത്ത് പോയി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഖുർആൻ ഒരു വിമർശന പഠനം. ഖുർആനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ മലയാളത്തിലുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഖുർആനെ വിമർശിച്ചുകൊണ്ട് കുറെ എഴുതി. ആർക്ക് എന്തിനെയാണ് വിമർശിക്കാൻ പറ്റാത്തത്? പക്ഷേ ആ വിമർശനം വിമർശിച്ചുകൊണ്ട് ആ വിമർശനം ആരോഗ്യപരമായിരിക്കണം,
പറയുന്ന പോയിന്റുകൾ സമർത്ഥിക്കാൻ കഴിയണം. ആ പുസ്തകത്തിന്റെ 41-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ ഇടമറുകി എഴുതി, 23 വർഷം കൊണ്ട് ഒരു വലിയ ജനതയെ മുഹമ്മദ് നബി സ്വാധീനിച്ചു. ആ പുസ്തകത്തിന്റെ 41-ാം പേജിൽ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗിയാണെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കൽ എങ്ങനെയാണ്? നമ്മുടെ അടുത്ത വീട്ടിലൊരു പിരാന്തന്, ഓന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എഴുതിയതാണ് മാനസിക രോഗി. എത്ര ആളുകളെ ആ നേതാവ് സ്വാധീനിച്ചു! ആ സ്വാധീന വലയത്തിൽ എത്രയോ ആളുകൾ ആ നബിയുടെ കൂടെ വന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, സയ്യിദ് ഇബ്നു ഹാരിസ, ബീവി ഖദീജ, ബീവി സഫിയ, ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ്, സഅദ് ഇബ്നു അബി വഖാസ്, എത്രയെത്ര മഹാന്മാർ! എണ്ണിയാൽ തീരുമോ ആ നിര? ആ വലിയ മഹാന്മാര് മുഴുവനും ആ നേതാവിന്റെ ഏറ്റവും അടുത്ത മുഹിബ്ബീങ്ങളായി മാറി. ഫിദാക അബി വ ഉമ്മി, എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും അങ്ങേക്ക് വേണ്ടി ഞാനിതാ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത രൂപത്തിൽ അറേബ്യയിലെ ജനങ്ങളുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ കയറിക്കൂടാൻ സാധിച്ച ആ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന വിഷയത്തിൽ ജോസഫ് ഇടമറുകിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഇടമറുക് വേറൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകം. കാരണം മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം AD 571 ജനിച്ചു. ജനിച്ചപ്പോൾ സംരക്ഷിച്ചത് അബൂ താലിബ്. ആ നബിയുടെ നാട് മക്ക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈഗ്രേറ്റത് മദീനയിലേക്ക്. ആ മദീനയിൽ ജീവിച്ച കൊല്ലം ഇത്ര, അവസാനം മരിച്ചത് ഇത്രാം വർഷം, മരിച്ച ദിവസം തിങ്കൾ, സമയം എല്ലാം വളരെ കൃത്യം. ആ നേതാവിന് എത്ര മക്കൾ? 7 മക്കൾ. ആ മക്കളുടെ പേര്, ആ മക്കളുടെ വയസ്സ്, ആ മക്കളുടെ ഖബറ്, ആ മക്കളുടെ മക്കൾ, ആ മുത്തുനബിയുടെ സ്വഹാബിമാരുടെ പേര്, ആ സ്വഹാബിമാര് എവിടെ കഴിയുന്നു എന്ന ചരിത്രം, അങ്ങനെ തലമുറ തലമുറ കൈമാറി ആ നേതാവിന്റെ ചരിത്രം ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, ഇത്രയധികം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു നേതാവില്ല എങ്കിൽ ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വന്നുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, വേറൊരു വേദഗ്രന്ഥത്തെയും പറ്റി ഇങ്ങനെ പറയാൻ കഴിയില്ല. ശ്രീകൃഷ്ണൻ, ഞാൻ പറയട്ടെ, ശ്രീകൃഷ്ണനോട് നമുക്കൊരു വെറുപ്പുമില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മതത്തിന്റെ ആരാധ്യനായ വ്യക്തി എന്ന നിലയിൽ നാം അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഏതു കാലത്ത് എപ്പോൾ ജനിച്ചു എന്ന് ചരിത്രപരമായി പറയാൻ കഴിയുന്നില്ല. യേശു ജീവിച്ചിരുന്നില്ല എന്ന് ഇടമറുകി എഴുതിയെങ്കിൽ, അദ്ദേഹത്തിന്റെ വിഷയത്തിലും ചരിത്രകാരന്മാർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ, ഹബീബ് റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ ചരിത്രത്തിൽ എവിടെയും സംശയമില്ല. എന്റെ മുഅ്മിനീങ്ങളോട്, മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ആ പുന്നാര നബിയുടെ മറ്റൊരു പ്രത്യേകത, അവിടെയാണ് ഈ പ്രഭാഷണം ചെയ്യുന്ന ഞാൻ പരാജയപ്പെടുന്നത്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഉഴക്കാട്ടി സഖാഫി പരാജയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും നേതാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാജയപ്പെടും. എന്നാലല്ലേ ആ നേതാവിനോട് മഹബത്ത് കൂടും. അള്ളാഹു നമ്മളെ ഖൽബിൽ മഹബത്ത് ഏറ്റിത്തരട്ടെ. ആ നേതാവിന് സ്വപ്നം കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നേതാവിന് വേണ്ടി എന്തും സമർപ്പിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് തരട്ടെ. എന്താണ് അവിടുത്തെ പ്രത്യേകത? അത് മറ്റൊന്നുമല്ല, ആ നേതാവാകുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോൾ വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഈ മതം പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ എന്ത് സമ്പാദിച്ചാലും ആ സമ്പാദ്യം മുഴുവനും എന്റെ മരണശേഷം എന്റെ സമുദായത്തിനുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവാണ് ഖുർആൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട യുവാക്കളെ, ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ആ നേതാവിനോട് മഹബത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ വർദ്ധിക്കാൻ വേറെ എന്തു വേണം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം പ്രവാചകനായി ജീവിച്ചു. അതിനു മുൻപ് 40 കൊല്ലവും, അങ്ങനെ 63 കൊല്ലം ജീവിച്ചു. ആ 63 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് ഈ ലോകത്തോട് അവിടുന്ന് വിട പറഞ്ഞു, യാത്ര പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആ നേതാവിന്റെ പ്രിയപ്പെട്ട മകളായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി മാത്രമേ നബിയുടെ മക്കളിൽ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയൊക്കെ മുത്ത് നബിയുടെ ഹയാത്ത് കാലത്ത് മരണപ്പെട്ടുപോയി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അന്നത്തെ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ വന്നത് എന്റെ ബാപ്പ വഫാത്തായല്ലോ, എന്റെ വാപ്പ വഫാത്തായതിനു ശേഷം അങ്ങാണല്ലോ അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു കാര്യം അറിയണം, അതിനുവേണ്ടി വന്നതാ. എന്താണ് മോളെ ഫാത്തിമ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോളല്ലേ ഫാത്തിമ. ആ ഫാത്തിമ ബീവി പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ ഹബീബായ നബി എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ ഉപ്പക്ക് കുറെ സമ്പത്തുണ്ട്. ആ സമ്പത്ത് മകൾ എന്ന നിലയിൽ ആ സ്വത്തിലൊരു പ്രധാന ഓഹരി എനിക്കാണ്ടാവുക. ആ ഓഹരിയെപ്പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന എന്റെ ഉപ്പ മരിക്കുന്നതിന് മുൻപ്, വഫാത്താകുന്നതിന് മുൻപ് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്, നഹ്നു മആശിറൽ അംബിയാഇ ലാ നൂരിസു, ഞങ്ങൾ പ്രവാചകന്മാർ ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങളുടെ സ്വത്ത് സന്താനങ്ങൾക്ക് ലഭിക്കുകയില്ല. ഞങ്ങൾ എന്താണോ സമ്പാദിച്ചു വെച്ച മുഴുവനും സമുദായത്തിനുള്ളതാകുന്നു. അതുകൊണ്ട് ഫാത്തിമ, ഈ സ്വത്ത് നിനക്ക് കിട്ടൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് നിരാശപ്പെട്ടു മടങ്ങുകയാണ്. കണ്ടോ, ഇതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ വിശുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർ പണം ആഗ്രഹിച്ചില്ല, അവർ സമ്പത്ത് ആഗ്രഹിച്ചില്ല, അവർ ജനങ്ങളിൽ നിന്ന് പണം ചോദിച്ചില്ല. പിന്നെ ഏതെങ്കിലും ഒരു മദ്രസ മുഅല്ലിം, അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യുന്ന ഗുരു, അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, എന്നാ പിന്നെന്തിനാണ് അവർ ശമ്പളം വാങ്ങുന്നത്? ശമ്പളം കൊടുക്കണ്ടേ? നാളെ മുതൽക്ക് ഇനി മുഅല്ലിമീങ്ങളെ ശമ്പളമൊക്കെ മാനേജ്മെന്റ് തടഞ്ഞു വെക്കരുത്. ഇന്ന അഹഖ മാ അഖത്തും അലൈഹി കിതാബുല്ലാഹ്, ഇന്ന അഹഖ മാ അഖത്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിഫലം ഖുർആൻ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് മുഅല്ലിമീങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ട് പ്രതിഫലം വാങ്ങാം. മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കണം, അവർക്ക് ജീവിക്കാൻ വേണ്ടി. ആ പ്രതിഫലം വാങ്ങാൻ അനുവദിച്ചു. കാരണം ആ ഖുർആൻ പഠിപ്പിക്കുക എന്നത് മാത്രമേ ഒരാൾക്കറിയൂ, വേറെ ജോലിയില്ല. വേറെ വിഷയത്തിന് പോയാൽ ഈ പഠനം മുടങ്ങിപ്പോവുകയും ചെയ്യും. എങ്കിൽ അവർക്ക് പ്രതിഫലം വാങ്ങാം, കൊടുക്കാം, ചോദിക്കാം. മതം അതിനെ എതിർത്തില്ല. പക്ഷേ ഇവിടെ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റാൻഡേർഡ് ശ്രദ്ധിക്കണം. ജനങ്ങളിൽ നിന്ന് പ്രതിഫലം വാങ്ങാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്ത
ആ വലിയ വ്യക്തിത്വമാണ് ഈ ഖുർആൻ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചതെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് കിഴക്കും പടിഞ്ഞാറും ആ നേതാവിന്റെ പിന്നാലെ അടിയുറച്ചു നിന്നു. കിസ്റ ചക്രവർത്തി, കൈസർ ചക്രവർത്തി ആ ഇസ്ലാമിന്റെ വിളി കേൾക്കാൻ മുന്നോട്ട് വന്നു. സിന്ധു മുതൽ മൊറോക്കോ വരെയുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഇസ്ലാമിന് സ്വീകാര്യത ലഭിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി ആ ഖുർആനാകുന്ന മഹത്തായ സന്ദേശത്തിന്റെ വിളി കേൾക്കുകയും അതിന്റെ പ്രചാരകനായി മാറുകയും ചെയ്തു. എന്റെ യുവാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം, ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ ആ വേദഗ്രന്ഥത്തെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ അതിന്റെ യാതൊരു കേടും കൂടാതെയുള്ള നിലനിൽപ്പ് പഠനവിധേയമാക്കേണ്ട വിഷയമാണ്. ആ ഗ്രന്ഥത്തെ കൊണ്ടുവന്ന വ്യക്തിയെ പഠനവിധേയമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിക്കണം, ആ വിശുദ്ധമായ വേദഗ്രന്ഥത്തിന്റെ സമഗ്രതയെപ്പറ്റി ആലോചിച്ചു നോക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് ആധുനിക സമൂഹം നേരിടുന്നത്, അതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തു. ഖുർആൻ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളില്ല. ഖുർആൻ അതെല്ലാം ചർച്ച ചെയ്തു. മനുഷ്യൻ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഖുർആൻ ഇടപെട്ടു. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യുദ്ധത്തെയും സമാധാനത്തെയും കുറിച്ചുള്ള മഹത്തായ ആദർശങ്ങൾ ഖുർആൻ പ്രഖ്യാപിച്ചു. നേരത്തെയുള്ള പ്രഭാഷണത്തിൽ ഇവിടെ യുദ്ധത്തെപ്പറ്റി പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ മക്കൾ റബീഉൽ വരവാണ്. റബീഉൽ അവ്വൽ ഗ്രാമങ്ങളിലും ചെറിയ കുട്ടികൾ കൊടിപിടിണ്ട് മുദ്രാവാക്യം വിളിച്ചിങ്ങനെ പോകാറുണ്ട്. വരി വരിയായി നിക്കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഇത് കേൾക്കുന്ന ആൾക്ക് ഒരു പുതിയ ബദറിപ്പ് അടുത്തുണ്ടാവോ, നമ്മളൊക്കെ വരും തിരിയുമോ എന്ന് ആ മുദ്രാവാക്യം കേൾക്കുന്ന ഇതര മതത്തിൽപ്പെട്ട ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അവരുടെ ഭയപ്പാട് തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണോ? ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല. ലാ തതമന്നൗ ലിഖാഅൽ അദുവി, ശത്രുക്കളെ കണ്ടുമുട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത്. കരാട്ട കുട്ടികൾ പഠിക്കണം. പക്ഷേ ആ കരാട്ട പഠിക്കുന്നത് അടുത്ത വീട്ടിലെ അമുസ്ലിമായ സഹോദരനെ വെട്ടാൻ വേണ്ടിയാകരുത്. ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ കൊല്ലാൻ വേണ്ടിയല്ല കരാട്ട പഠിക്കുന്നത്. പിന്നെയോ കരാട്ടെ പഠിക്കണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ പഠിക്കണം. എന്തിന്? അർദ്ധരാത്രിയിൽ നിന്റെ വീട്ടിൽ കള്ളൻ വരികയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഭരണങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ കള്ളനെ തടുത്തു നിർത്താനുള്ള ആരോഗ്യവും പരിശീലനവും നീ ആർജിക്കണം. നിന്റെ വീട് രാത്രിയിൽ കൊള്ള ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കടന്നു വന്നാൽ അവനെ തടുക്കാൻ നിനക്ക് കഴിയണം. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ശഹീദ്, മൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ശഹീദ്. ഫത്ഹുൽ മുഈനിൽ പോലും ഇത് കാണാം. സ്വന്തം ഭാര്യയെ ആരെങ്കിലും വെട്ടാൻ വേണ്ടി വന്നാൽ, ആക്രമിക്കാൻ വേണ്ടി വന്നാൽ, ആ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ മൽപ്പിടുത്തം നടത്തേണ്ടി വരും, ചിലപ്പോൾ വാളെടുക്കേണ്ടി വരും. ആ വാളെടുത്ത് അവനുമായി മല്ലിടുമ്പോൾ നീ മരിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയാണ്. അപ്പൊ കരാട്ട പഠിക്കുന്നത് അമുസ്ലിമീങ്ങളോട് നേരിടാനല്ല, യുദ്ധം ചെയ്യാനല്ല. യുദ്ധത്തെ ആഗ്രഹിക്കരുത്. ലാ തതമന്നൗ ലിഖാഅൽ അദുവി, ഇസ്ലാമാണിത് പറയുന്നത്. എന്നാൽ ആ വിശുദ്ധമായ മതത്തെ ഇന്ന് എവിടെയാണ് കൊണ്ടുപോയി കിട്ടുന്നത്? ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണെന്ന് ഇന്ന് പറഞ്ഞ് പരത്തുകയാണ്. ഇസ്ലാമിന്റെ
ഇസ്ലാമിക സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി സിംഹമാണ്, സിംഹക്കുട്ടിയാണ്. അലി ഇബ്നു അബീ ത്വാലിബിനും ശത്രുവും തമ്മിൽ അടർക്കളത്തിൽ വെച്ച് മൽപിടുത്തം നടത്തുകയാണ്. അലിയും ശത്രുവും തമ്മിൽ ഇങ്ങനെ മൽപിടുത്തം നടത്തി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ ഇടിച്ചു വീഴ്ത്തിയപ്പോൾ ആ ശത്രു അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആ ശത്രുവിനോട് പറയുന്നു, ഇനി നിന്നോട് ഞാൻ മൽപിടുത്തം നടത്തുകയില്ല. കാരണം നീ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതോടുകൂടി ഇനി ഞാൻ നിന്നെ തല്ലിയാൽ അത് വ്യക്തിപരമായ വിരോധം തീർക്കലായി പോകും. ആ മനുഷ്യനെ അദ്ദേഹം വിടുകയാണ്. എത്ര സംഭവങ്ങൾ ഫത്ഹ് മക്കയെ പറ്റി അറിയില്ലേ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മക്കാ വിജയം. ആ മക്കാ വിജയത്തിന്റെ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഷങ്ങളോളം പീഡിപ്പിക്കുകയും മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത ആ മക്കയിലെ ആളുകൾ ഞെട്ടി വിറച്ച ദിവസമായിരുന്നു മക്ക ഫത്ഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലെത്തിയപ്പോൾ അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഭയന്നു. എന്തൊക്കെ പ്രതികാരമായിരിക്കും ഇന്ന് ചെയ്യുക? ഭയപ്പെട്ട് എലി വിറക്കുന്നത് പോലെ വിറച്ച ആ ദിവസം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുന്നു, ലാ തഖ്തുൽ അഹദ, ഓ ഖാലിദേ, ആരെയും കൊല്ലരുത്, പകരം ചോദിക്കരുത്. ഉരുളക്കുപ്പേരി, ടിറ്റ് ഫോർ ടാറ്റ്, അതാണ് ലോകത്ത് പലരും പറയാറുള്ള മുദ്രാവാക്യമെങ്കിൽ മാപ്പ് കൊടുക്കൂ, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ നേതാവ് സുബ്ഹാനല്ലാഹ് ഒരു യുദ്ധത്തിന്റെ ആൾ അല്ല, സമാധാനത്തിന്റെ ആളാണ്. ഇനി ചില യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ എത്രയെത്ര യുദ്ധങ്ങൾ ലോകത്ത് ഇപ്പോഴും നടക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും, പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെയും യുദ്ധങ്ങളായിരുന്നു. അതെല്ലാം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ അറേബ്യയിലെ സമരം അത് വ്യക്തിവിരോധം തീർക്കാനല്ല. അറേബ്യയിലെ യുദ്ധം മുസ്ലിംകളും അമുസ്ലിംകളും തമ്മിലായിരുന്നില്ല. ചരിത്രം പഠിക്കാൻ നമ്മൾ ഒരുങ്ങണം. എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവർ നിഷ്പക്ഷമായി വിലയിരുത്തണം. അറേബ്യയിലെ യുദ്ധം മുഴുവനും മുസ്ലിംകളും ശത്രുക്കളും തമ്മിലായിരുന്നു, മുസ്ലിംകളും അമുസ്ലിംകളും തമ്മിലായിരുന്നില്ല. പലിശയ്ക്കെതിരെയുള്ള സമരങ്ങളായിരുന്നു ബദറും ഉഹുദും അടക്കമുള്ള സമരങ്ങൾ. നരഹത്യക്കെതിരെയുള്ള യുദ്ധങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞിനെ ഒരു കാരണവുമില്ലാതെ കുഴിയിൽ കൊണ്ടുപോയി മൂടുന്ന അറേബ്യൻ ജാഹിലിയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട സംസ്കാരം, അതിനെതിരെയുള്ള സമരങ്ങളായിരുന്നു. ചൂതാട്ടം, ലോട്ടറി, ഒരാൾ ഒരധ്വാനവുമില്ലാതെ പണം സമ്പാദിക്കുന്നുവെങ്കിൽ അത് ചൂതാട്ടമാണ്. ലോട്ടറി അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അടിമത്ത സമ്പ്രദായത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, സ്ത്രീകളുടെ അഭിമാനം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഉള്ള സമരങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച സമരങ്ങൾ. ഇനിയും ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത് സമഗ്രത കൊണ്ടാണ്. അതിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഫൈനാൻസിന്റെ രംഗം ഞാനിവിടെ നീട്ടി പറയുന്നില്ല. ഈ പ്രഭാഷണത്തിന് ശേഷം വേറെയും പ്രഭാഷണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. നിർത്തേണ്ടതുണ്ടെങ്കിൽ അലേലേശം പറയുകയും ചെയ്യുക, സംഘാടകരെ അറിയിക്കുക. ഫൈനാൻസ്, സാമ്പത്തിക മേഖലയെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ലോകം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് സാമ്പത്തിക രംഗത്ത്. അമേരിക്കൻ ബാങ്കുകൾ പരാജയപ്പെട്ടു. അമേരിക്കൻ ബാങ്കുകളുടെ ആസ്തി മുഴുവനും നഷ്ടപ്പെട്ടു. ഇപ്പോ ലോകമൊട്ടാകെ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗമേതാണ്? കുറെ നോട്ട് അടിച്ചാൽ മതി എന്നാണ് ചില ആളുകളെ വിചാരം. നാളെ ഒരാൾ ചോദിച്ചു, ഈ പ്രശ്നത്തിന് പരിഹാരം കുറെ അധികം നോട്ടടിച്ചാൽ പോരെ? നോട്ട് കുറെ അധികം അടിക്കുക, ഇൻഫ്ലേഷൻ, ഇംഗ്ലീഷിൽ പറയും ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം.
കുറെ നോട്ട് റിസർവ് ബാങ്ക് അങ്ങോട്ട് അടിച്ചാൽ പ്രശ്നം തീരൂല. ഞാനതിന്റെ മറുപടി ഒന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇനി മറുപടി പറയണമെങ്കിൽ സംശയം ഉണ്ടാക്കിയിട്ട് പിന്നെ മറുപടി പറയണം, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണ്ട, അതൊക്കെ പിന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. പണപ്പെരുപ്പം ഇന്നത് പ്രശ്നമാണ്. എല്ലാറ്റിനെയും പരിഹാരം ഇസ്ലാം കൽപ്പിച്ചു. സമ്പാദിക്കുക, ആ സമ്പാദ്യത്തിന്റെ 2.5% എല്ലാവരും പാവപ്പെട്ടവർക്ക് നൽകുക, നല്ല പരിഹാരമാണ്. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ പണക്കാരും അവരുടെ സമ്പാദ്യത്തിന്റെ 2.5% പാവപ്പെട്ടവർക്ക് നൽകാൻ തുടങ്ങിയാൽ ഇന്ത്യയിലെ പട്ടിണി മാറും. ടാറ്റയും ബിർളയും ബജാജും അങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തുള്ള വലിയ കൊമ്പൻ സ്രാവുകൾ, വലിയ പണക്കാർ, ആ പണക്കാർ അവരുടെ കയ്യിലുള്ള ഓരോ വർഷത്തെയും സമ്പാദ്യത്തിന്റെ 2.5% സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും നൽകാൻ തയ്യാറാണോ, ഈ രാജ്യത്ത് പട്ടിണി അവസാനിക്കും, യാതൊരു സംശയവുമില്ല. നാള് ക്രെയിന്റെ ദുരന്തമുണ്ടായി മക്കത്ത് വെച്ച് ക്രെയിൻ പൊട്ടി വീണു. ഹാജിമാരിൽ കുറെ ആളുകൾ മരിച്ചു. ആ സംഭവം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ആ വാർത്ത വാട്സപ്പിലൂടെ നമ്മളെല്ലാം ഇവിടുന്ന് കാണുകയാണ്, അല്ലെ? മനുഷ്യന്മാരിങ്ങനെ കറിയായി വീണ് കിടക്കുന്നത്, വല്ലാത്തൊരു ദുരന്തം. അല്ലാഹു തആല അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിന് അവിടെയുള്ള ഭരണകൂടം എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് നാം പിറ്റേന്ന് വായിക്കുകയുണ്ടായി. ആ മരിച്ച കുടുംബത്തിന് ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാനുള്ള ടിക്കറ്റും സന്ദർഭവും ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതാണ്ട് 2 കോടി ഇന്ത്യൻ രൂപ ആ ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എവിടെയാണോ വേദനിക്കുന്നവനുള്ളത് ആ വേദനിക്കുന്നവന്റെ അടുത്തു ചെന്ന് അവന്റെ വേദന തീർക്കാൻ ഒരു കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വന്നുവെങ്കിൽ ആ മുത്തുനബിയുടെ മാതൃക സൗദി അറേബ്യ പിന്തുടരുകയാണ്. അത് ഈ വികാരം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവനെ രക്ഷിക്കുവാൻ ഓടി വരുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇസ്ലാം ലോകത്ത് നൽകിയതാണ്. ഇസ്ലാമാണ് അതിന്റെ പിന്നിൽ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ഇതാ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരൻ മോട്ടോർ ബൈക്ക് ഓടിച്ച് കടന്നു പോകുമ്പോൾ ഒരു ഹമ്പിൽ ആ മോട്ടോർ ബൈക്ക് തട്ടുകയും അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ എടുത്തു കൊണ്ടുപോയി മറവ് ചെയ്താൽ മാത്രം പോരാ. ഒരു മുസ്ലിം എന്ത് വേണം? ആ ഹമ്പിൽ ബൈക്ക് മറിഞ്ഞ് മരിച്ച വ്യക്തിയെ വേഗം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി, അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയി, അയാളുടെ ഡെഡ് ബോഡി കുഴിച്ചു മൂടണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മതിയായില്ല, അയാൾക്ക് മക്കളുണ്ടോ എന്ന് അന്വേഷിക്കണം, അയാൾക്ക് ഭാര്യയുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ വിവരം കിട്ടി ഭാര്യയുണ്ട്, ആ ഭാര്യ ഇന്നു മുതൽ വിധവയാണ്, ആ മക്കൾ ഇന്നു മുതൽ യതീമാണ്. ഇന്നലെ വരെ സന്തോഷത്തോടുകൂടി പിതാവിന്റെ മടിത്തട്ടിൽ കളിച്ചും ചിരിച്ചും കഴിഞ്ഞ കുട്ടികൾ ആ പിതാവ് മരിച്ച സന്ദർഭം മുതൽ യതീമുകളാണ്. ആ യതീമിനെ വാരിയെടുത്ത് അതിനെ ഒന്നുകിൽ നീ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ഓർഫണേജിൽ നീ എത്തിക്കുക. 2 വിദ്യാഭ്യാസം നൽകുന്ന മഹാന്മാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ആ യതീമിനെ നീ കൊണ്ടുപോയി അവിടെ എത്തിക്കണം. ആ കുട്ടിയുടെ തലയിൽ നീ കൈവക്കണം. ഇംസഹ് റഅ്സൽ യതീം, യതീമിന്റെ തല നീ തടകണം. അങ്ങനെ തല തടകിയാൽ നിന്റെ ഖൽബ് നല്ല ഖൽബായി മാറും. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ പാവപ്പെട്ടവൻ എവിടെയുണ്ടോ അവിടെ ഓടിയെത്തുകയാണ്. നൗഷാദിനെ നാം ഓർക്കുകയാണ്, അല്ലെ? നൗഷാദ് എന്താണ് ചെയ്തത്? ഓടയിലേക്ക് 2 സഹോദരന്മാരെടുത്തു ചാടി, അന്യ സംസ്ഥാനക്കാരായ 2 സഹോദരന്മാർ. ഓട്ടോറിക്ഷ ഡ്രൈവറായ നൗഷാദ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആ ആശങ്കയൊന്നുമില്ലാതെ അദ്ദേഹം ചാടുകയാണ്. അദ്ദേഹവും മരിക്കുകയാണ്. അദ്ദേഹവും അവിടെ കിടന്ന് മരിക്കുകയാണ്. ഈ ത്യാഗബുദ്ധിയുടെ പിന്നിൽ ആരാണുള്ളത് എന്ന് അന്വേഷിച്ചാൽ ഇസ്ലാമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. നൗഷാദ് ഇസ്ലാമിന്റെ പ്രതീകമാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. കാരണം
ഇസ്ലാമിന്റെ സമഗ്രതയിൽ ത്യാഗത്തിന്റെ പങ്ക് വളരെ വലുതാണ്, ചെറിയതല്ല, വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂത്തത്തെ യുദ്ധത്തിൽ ഷഹീദായപ്പോൾ, ആ മൂത്തത്തെ യുദ്ധത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഷഹീദായപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യന്റെ അടുത്തേക്ക് പോയി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ആരാണ്? ഹബീബ് റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പോലത്തെ മുഖമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള 5 ആളുകളുണ്ടായിരുന്നു അറേബ്യയിൽ. അതിൽപ്പെട്ട ഒരാളാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. ആ മുഖത്തിന്റെ കട്ട് കണ്ടാൽ മുത്തുനബി തന്നെ. ആ ജഅഫർ മരിച്ചപ്പോൾ ജഅഫറിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് നബി പോവുകയാണ്. അവിടെ ചെന്ന് ഒരു ചെറിയ കസേരയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരാന്തയിൽ ഇരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അകത്തുനിന്ന് ആ ഭാര്യ നോക്കി ആരാണ് വന്നത്? ജേട്ടന്റെ അഞ്ചന്റെയും മക്കളാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബും മുത്തുനബിയും കുടുംബമാണ്. ആ സ്ത്രീ ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിയാണ്. ആ ജഅഫറിന്റെ 4 മക്കൾ, ആ ചെറിയ കുട്ടികൾ മുത്തുനബിയുടെ മടിയിൽ പോയി ഇരിക്കുകയാണ്. ആ മടിയിൽ കുട്ടികൾ വന്നിരുന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളെ തലയിൽ ഇങ്ങനെ കൈവച്ച് അറിയാതെ കരഞ്ഞുപോയി. പടച്ചോനെ, ഈ മക്കൾ യതീമാണല്ലോ, ഓമനിക്കാനാളില്ല, എന്റെ ബാപ്പ ഇന്നില്ല, ഓമനിക്കാനാളില്ല, എന്റെ ബാപ്പ ഇന്നില്ല, മരിച്ചുപോയല്ലോ ഈ കുട്ടികളെ വാപ്പ എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് ആ കുട്ടികളെ തലയിൽ വെച്ചു, കൈവച്ചു. കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിയപ്പോൾ ആ കുട്ടികളെ ഉമ്മ അടുക്കളയിൽ നിന്നെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. ആ ഉമ്മ ഇങ്ങനെ ചിന്തിച്ച് എന്താണാവോ, മെല്ലെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ജഅഫറിന്റെ മക്കൾക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവീൻ, അവരെ സംരക്ഷിക്കുവീൻ. പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, വളർത്താൻ പ്രേരിപ്പിക്കുന്ന ഖുർആൻ പറഞ്ഞു. ചെറിയ വിഷയമല്ല. ഈ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു, ഗരീബി ഉഠാവോ ബച്ചേ ബച്ചാവോ, ബേഠി ബച്ചാവോ, ബേഠേ ബച്ചാവോ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രക്ഷിക്കുക, ഗരീബി ഉഠാവോ, ദാരിദ്ര്യം ഉച്ചാരണം ചെയ്യുക എന്നത് ഗവൺമെന്റുകളുടെ ശബ്ദമാണെങ്കിൽ ഈ ശബ്ദം ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് അറേബ്യയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പാവപ്പെട്ടവരെ രക്ഷിക്കുന്ന നേതാവാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദമാണ് ആ ശബ്ദം. വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കിക്കൊടുക്കുന്നു. വിവാഹപ്രായമെത്തി അവർ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വിവാഹത്തിന്റെ വേദികൾ തുറന്നുകൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആശയമാണ് ഖുർആന്റെ സമഗ്രതയുടെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതെങ്കിൽ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ വേറൊരു മതം പോലെയല്ല, വേറൊരു വേദം പോലെയുമല്ല. വിമോചനത്തിന്റെയും വിശുദ്ധിയുടെയും സന്ദേശമാണ് ഖുർആൻ ലോകത്തിനു മുൻപിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചനമാണ്. അടിമത്വത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, കളവിൽ നിന്ന്, കള്ളത്തരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത സകല പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة يأمرهم بالمعروف وينهاهم عن المنكر ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به واتبعوا النور الذي أنزل معه فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ എല്ലാ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചു, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇന്റർവ്യൂവിന് പോവുകയാണ് മലപ്പുറത്തേക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പക്ഷി ഇടതുഭാഗത്തുകൂടെ പറക്കുന്നത് കണ്ടു.
ആ യാത്ര ഇറങ്ങിയ മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. കാരണം ഇന്ന് ദുസ്സഗുനമാണ്. ഇസ്ലാം അവിടെ പറയുന്നു, പക്ഷി വലത്തോട്ട് പറന്നാലും ഇടത്തോട്ട് പറന്നാലും ദുസ്സഗുനം നീ വിചാരിക്കാൻ പാടില്ല. നീ രാവിലെ ഒരു നല്ല വിഷയത്തിന് വേണ്ടി മകൾക്കൊരു കല്യാണാലോചന പറയുന്നുണ്ട്. ആ ഭർത്താവിനെ കാണാൻ വേണ്ടി, പുതിയാപ്പളയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. റോട്ടിൽ ഇറങ്ങിയ ഉടനെ ആദ്യം കാണുന്നത് ഒരു പട്ടി, ചത്തുകിടക്കുന്ന ഒരു പട്ടി. റോഡുമേല് ലോറിക്ക് കുടുങ്ങിയിട്ടൊരു പട്ടി ചത്തു കിടക്കുകയാണ്. ഇതാ കണ്ടത്. അപ്പൊ അവൻ പറഞ്ഞത്, ഇന്ന് ഏതായാലും നമ്മളെ വിഷയം നടക്കൂല, ഇന്നിന് നമ്മളെ യാത്ര ശരിയാവില്ല, ഇന്ന് പുതിയാപ്പളെ കാണാൻ പോയിട്ട് കഴിയൂല എന്ന് പറഞ്ഞ് മടങ്ങരുത്. മറിച്ച് വല്ല ചീത്തയായതും നിന്റെ യാത്രയിൽ നീ കണ്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും നീ യാത്ര തുടരുകയും ചെയ്യുക. അല്ല, നീ യാത്ര പുറപ്പെടുമ്പോൾ ഒരു നല്ല കാര്യമാണ് കണ്ടത് എങ്കിലോ നീ ഉദ്ദേശിച്ച വിഷയം നടക്കുമെന്നതിലേക്കുള്ള ശുഭസൂചനയാണ്. നല്ലത് കണ്ടാൽ. ചീത്ത കണ്ടാലോ മുടങ്ങും എന്ന് വിചാരിക്കാൻ പാടില്ല. കണ്ടാ, പോസിറ്റീവിന്റെ കൂടെ നിൽക്കുക, നെഗറ്റീവിന്റെ കൂടെ നിൽക്കരുത്. അങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചു. അതുപോലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട, കഷ്ടപ്പെടുന്ന ആളുകളുടെ മോചനത്തിനു വേണ്ടി നീ സമയം കണ്ടെത്തണം. കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളെ, മെലിഞ്ഞ ആളുകളെ, പാവപ്പെട്ടവരെ, കഴിവില്ലാത്തവരെ നീ വളർത്തിയെടുത്ത് അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നീ ശ്രമിക്കണം. അതിനുവേണ്ടി നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കണം. അത്തരം വിഷയങ്ങളിൽ സഹകരിക്കണം. ഇങ്ങനെ എല്ലാ ഇരുട്ടിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന, നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, സത്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന ഏറ്റവും വലിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിനക്ക് തരുന്നത് വിശാലമായ ഒരു മനസ്സാണ്. ഒരാളോട് നിന്റെ കൽബിൽ വെറുപ്പ് വേണ്ട. പിന്നെയോ നിനക്ക് വെറുപ്പ് വ്യക്തികളോടല്ല വേണ്ടത്. നിനക്ക് വെറുപ്പുണ്ടാവേണ്ടത് അസത്യത്തോട് നിനക്ക് വെറുപ്പുണ്ടാവണം, വിദേഹത്തിനോട് നിനക്ക് വെറുപ്പുണ്ടാവണം, തിന്മയോട് നിനക്ക് വെറുപ്പുണ്ടാകണം. തിന്മ ചെയ്യുന്നവനോട് നിനക്ക് വെറുപ്പല്ല വേണ്ടത്, സഹതാപമാണ് ഉണ്ടാകേണ്ടത്. ഒരാൾ മദ്യപിക്കുന്നു, ആ മദ്യപിക്കുന്ന മനുഷ്യനെ തല്ലാനോ കൊല്ലാനോ നീ പോകരുത്. നിന്റെ പ്രിയപ്പെട്ട ആ മകൻ മദ്യപിക്കുന്നുവെങ്കിൽ നീ തല്ലുകയും കൊല്ലുകയും ചെയ്യരുത്. അവന്റെ ആ മദ്യപാനം എങ്ങനെ മാറ്റിയെടുക്കും എന്നതിനെപ്പറ്റി നീ ആലോചിക്കുകയും നീ അവനെ നല്ല വ്യക്തികളുടെ സമീപത്ത് കൊണ്ടുപോവുകയും ദ്വാരിപ്പിക്കുകയും വേണം. നീ അവനെ റൗളയിലേക്ക് കൊണ്ടുപോകണം, മക്കത്ത് ഉംറക്ക് കൊണ്ടുപോകണം. അവനെ അതിൽ നിന്ന് നീ മോചിപ്പിച്ചെടുക്കണം. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ, അദ്ദേഹം ആത്മീയ രംഗത്ത് ഏറ്റവും വലിയ പ്രഭയായിരുന്നു. മുത്തുനബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ, അദ്ദേഹം പലപ്പോഴും മദ്യപാനികളെയും തമ്മാടികളെയും സമീപിക്കും, മദ്യപാനിയുടെ ചുമലിൽ കൈവക്കും. അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരോ, ഈ വൃത്തികേട് ചെയ്യുന്നവരെ എന്തിനാണ് തോളിൽ കൈവെക്കുന്നത്? ഗൗസുൽ ആലം തങ്ങൾ അതിന് നൽകുന്ന മറുപടി, ഞാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമയാണ്. റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ്. എങ്കിൽ എന്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും എന്റെ പരിസരത്തും വൃത്തികേട് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അവരെ അവഗണിക്കാനല്ല, അവരെ കണ്ട് അവരുമായി ബന്ധം സ്ഥാപിച്ച് അവരെ സംസ്കരിക്കലാണ് എന്റെ കടമ. അങ്ങനെ ഗൗസുൽ ആലമിന്റെ ഒരു കരസ്പർശനം കിട്ടിയാൽ എത്രയോ ആളുകൾ നന്നായി തീരുകയാണ്. വീട്ടിൽ വഴിയിൽ കള്ളന്മാർ വന്നപ്പോൾ ആ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്ത കാരണം കൊണ്ട് ആ കള്ളൻ നന്നായി തീരുകയാണ്. ഇതാണ് തിന്മ ചെയ്യുന്നവരോട് നമ്മുടെ സമീപന രീതിയായി മാറേണ്ടത്. ഇസ്ലാമിന് വളരെയധികം വേരും വെളിച്ചവുമുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങൾ. ഇന്ന് ദൗർഭാഗ്യവശാൽ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വർദ്ധിക്കുകയാണ്. അവരെ നന്നാക്കിയെടുക്കാനുള്ള വഴികൾ, ഒരു ഭാഗത്ത് ക്ലബ്ബുകൾ ഉണ്ടാക്കി അവരെ അതിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് വൃത്തികേടുകൾ പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകൾ അത്തരം ആളുകളെ കൂടി ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ
എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. സൂറത്തുൽ ഹദീദിലെ ഒരു വചനമാണ് ഞാൻ ഇവിടെ ഓതിയത്. വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാത്തത്? വറസൂലു യദ്ഊകും, നിങ്ങളെ മുഹമ്മദ് നബിയാകുന്ന ഏറ്റവും ഉന്നതനായ പ്രവാചകൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ലിതുഅ്മിനൂ ബിറബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ വിശ്വസിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഒരു കളവും പറയാത്ത, ഒരു വാഗ്ദത്തം പോലും ലംഘിക്കാത്ത, ഒരു മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ വേദനിപ്പിച്ചിട്ടില്ലാത്ത, ഒരു മൃഗത്തെയും തല്ലിയിട്ടില്ലാത്ത, ഭാര്യയെ തല്ലിയിട്ടില്ലാത്ത, ഒരു അടിമയെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത, സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായ ആ നേതാവ് നിങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറാവാത്തത്? ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്തിൻ, ഹുവല്ലദീ യുനസ്സിലു, ആ അല്ലാഹു അത്രേ അവതരിപ്പിക്കുന്നവൻ, അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ, ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ തത്വങ്ങളും ശാസ്ത്രങ്ങളും ആ നബി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലിയുഖ്രിജക്കും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആവശ്യമായ എല്ലാ പാഠങ്ങളും ആ തിരുനബി നൽകിക്കൊണ്ടിരിക്കുന്നു. വഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം, ആ അല്ലാഹു കാരുണ്യമുള്ളവനത്രേ, സ്നേഹമുള്ളവനത്രേ. ഇസ്ലാമിന്റെ സമഗ്രതയുടെ ഭാഗമായി ഒരിക്കലും മറന്നുപോകാൻ പറ്റാത്തൊരു ഘടകമാണ് ഇസ്ലാമിലെ കാരുണ്യം. ഒരിക്കലും പകയല്ല, മറിച്ച് ഓരോ മനുഷ്യനെയും സ്നേഹത്തിന്റെ തീരത്തേക്ക് ഇസ്ലാം ക്ഷണിക്കുകയാണ്. 99 വ്യക്തികളെ കൊലപ്പെടുത്തിയ മനുഷ്യന് കുറ്റബോധമുണ്ടായപ്പോൾ, നന്നാവണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ ഒരു പുരോഹിതനെ സമീപിച്ചു. ആ പുരോഹിതനോട് ചോദിച്ചു, ഞാനിങ്ങനെ 99 ആളെ കൊന്ന ആളാണ്, എനിക്ക് നന്നാവാൻ വഴിയുണ്ടോ? ആ പുരോഹിതൻ പറഞ്ഞു, മിക്കവാറും പ്രയാസാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? എന്നാൽ ഏതായാലും ഞാൻ നന്നാവില്ല, ഗിന്നസ് ബുക്കിൽ പേര് വരാൻ ഇയാളെയും കൂടി കൊല്ലുന്നെ ഗതി. ആ 100ാമനെയും കൊന്നു. ആ 100 വ്യക്തികളെയും കൊലപ്പെടുത്തിയ ആ പാപിയായ മനുഷ്യൻ അതാ വീണ്ടും അദ്ദേഹം ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഗുരുവിനെ കാണുകയാണ്. ആ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, നന്നാവാൻ ആഗ്രഹമുണ്ട്, കുറ്റബോധവുമുണ്ട്, എന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നന്നാവാനുള്ള വഴി, നിങ്ങളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ പ്രദേശത്ത് പാപികളാണ് കൂടുതൽ. ആ നാട്ടിലേക്ക് നിങ്ങൾ പോകണം, മക്കയിലേക്ക് പോകണം, മദീനയിലേക്ക് പോകണം, സിയാറത്തിന് മഹാന്മാര് വിശ്രമിക്കുന്ന മഖാമുകളിലേക്ക് പോകണം. കാരണം നല്ല ആളുകൾ എവിടെയുണ്ടോ അങ്ങോട്ട് പോയാൽ മനുഷ്യന് രക്ഷയുണ്ട്. ഇപ്പോൾ നീ താമസിക്കുന്ന വില്ലയിൽ, ക്യാമ്പിൽ, ആ ക്ലബിൽ പാപികളാണ് കൂടുതൽ. അവിടെ തന്നെ നീ നിന്നാൽ നീ തിന്മയിലേക്കാണ് വഴുതി വീഴുക. നന്നാവാനുള്ള വഴി നല്ലവരുടെ കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യലാണ്. ആ മനുഷ്യൻ നല്ലവരെയും തേടി യാത്ര പുറപ്പെടുന്നു. വഴിയിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു. ഒരു നന്മയും അദ്ദേഹം ചെയ്തിട്ടില്ല. നല്ല വിചാരം മാത്രമേ അദ്ദേഹത്തിന് സമ്പാദ്യമുള്ളൂ, നല്ല പ്രവർത്തനമൊന്നുമില്ല. സംബന്ധിച്ച് വിധി പറയാൻ തന്റെ മലക്കിനെ ഇറക്കുകയാണ്. ആ ഡെഡ് ബോഡി എങ്ങോട്ട് കൊണ്ടുപോകണം? അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇദ്ദേഹം പാപമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇദ്ദേഹത്തെ നരകത്തിന് കിട്ടേണ്ട ആളാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇദ്ദേഹം കാരുണ്യം ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കിട്ടണം. ആ 2 മലക്കുകൾ തമ്മിൽ തർക്കമായപ്പോൾ അല്ലാഹു അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കുന്നു. ജിബ്രീൽ പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യൻ എവിടെയാണോ കിടക്കുന്നത്, മരിച്ചത്, ആ മരിച്ച സ്ഥലത്തു നിന്ന് അദ്ദേഹം വന്ന നാട്ടിലേക്കാണോ പോകുന്ന നാട്ടിലേക്കാണോ ദൂരമെന്ന് അളക്കുക. ദൂരം എങ്ങോട്ടാണോ കുറവ് അങ്ങോട്ട് അദ്ദേഹത്തെ ചേർക്കുക. അളന്നു നോക്കിയപ്പോൾ അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് ഏതാനും മീറ്ററുകൾ കുറവാണെന്ന് കണ്ടപ്പോൾ
അദ്ദേഹത്തിന്റെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതുപോലെ മനുഷ്യന് നന്നാകാനുള്ള വഴികൾ തുറന്നുവെച്ച വേദഗ്രന്ഥമാണ്. പാപത്തിന്റെ ശമ്പളം മരണമല്ല, പാപത്തിന്റെ ശമ്പളം മരണമല്ല, മറിച്ച് പാപത്തിന്റെ ശമ്പളം നരകമാണ്. പാപം ചെയ്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്യരുത്. പാപം ചെയ്തതുകൊണ്ടല്ല മരിക്കുന്നത് ഈ പ്രകൃതിയുടെ വിധിയാണ്. എങ്കിൽ ആര് പാപം ചെയ്യുന്നവരുണ്ടോ അവരോട് ഇസ്ലാമിന്റെ നിർദ്ദേശം ഭയപ്പെടേണ്ടതില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അർജാ ആയത്തിൻ ഫിൽ ഖുർആൻ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പാപം ചെയ്ത അടിമകളെ നിരാശപ്പെടരുത്, അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചരിച്ചവരോ കള്ളുകുടിച്ചവരോ ഉമ്മയെ തല്ലിയവരോ അല്ലെങ്കിൽ മോഷണം പതിവാക്കിയവരോ ആരെങ്കിലും ഇസ്ലാമിക സമൂഹത്തിലുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മനുഷ്യരുമായി പറഞ്ഞു തീർക്കുക. ഉസ്താദുമാർ ഗീബത്ത് പറഞ്ഞു പോയവർ ആ ഉസ്താദുമാരെ തേടിപ്പിടിച്ച് പൊരുത്തം വാങ്ങുക. അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിനോട് ചെയ്തു പോയവർ ഓരോ ദിവസവും 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക. ഒരു മെഡിറ്റേഷൻ ക്യാമ്പായി നമ്മുടെ ഈ ഖുർആൻ ക്ലാസ് മാറണം. കേവലം പഠനമല്ല, ഈ ഖുർആൻ ക്ലാസ് ആത്മീയതയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ്സായി മാറണം. അനുദിനം വളരുന്ന ഓരോ ക്ലാസും കഴിയുമ്പോൾ ആൾക്കൂട്ടം വീണ്ടും ആകർഷിക്കപ്പെടുന്നു, സ്വാഭാവികമാണ്. കാരണം ഇഖ്ലാസോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയാണല്ലോ. ഞാൻ നിർത്തുന്നു. കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം, സ്നേഹത്തിന്റെ മതമായ ഇസ്ലാം, കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകിയ ഇസ്ലാം, മർജിതനോട് കൂടെ നിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, വിമോചനത്തിന്റെ ശബ്ദം വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിശുദ്ധിയുടെ കൂടി മതമാണ്. നല്ല കൽബായിരിക്കണം. കൽബിന്റെ ഉള്ളിൽ കിബർ പാടില്ല. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ഒരാൾക്കൊരു ദാഹം, വെള്ളം കുടിക്കാൻ. പ്രസംഗിക്കുന്ന എനിക്ക് വെള്ളത്തിന് ദാഹം വന്നു. ഞാൻ സദസ്സിലുള്ള ഒരാളോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം താ. ആ സദസ്സിലുള്ള ആൾ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കൊണ്ടുവരുമ്പോൾ സ്റ്റേജിൽ എന്റെ അടുത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് ഒരു പൂതി, ഒരു ഗ്ലാസ് എനിക്കും കിട്ടണമെന്ന്. ഇമാം ഗസാലി പറയുന്നു, നേരത്തെ വെള്ളത്തിന് ആശ അല്ലാത്ത ആൾക്ക് ഇപ്പൊ എങ്ങനെ ആശ വന്നു? ഇവിടെ ഞാൻ അദ്ദേഹത്തെ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഉദാഹരണത്തിന് എന്നെ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയുമാണ്. മറ്റൊരാൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദാഹം വരുന്നത് നമ്മുടെ കൽബ് ശരിയായിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. വേറൊരാളൊരു വീട് വെച്ചു കൂടുമ്പോ അതുപോലത്തെ ഒരു വീടുണ്ടാക്കാൻ ഞമ്മക്കൊരാഗ്രഹം, കൽബ് ശരിയില്ല എന്നുള്ളതിന് തെളിവാണ്. വേറൊരാൾ നിസ്കരിക്കുമ്പോൾ അതുപോലെ നിസ്കരിക്കണമെന്നൊരു പൂതി, അതോ അത് ഈമാൻ വർദ്ധിക്കുന്നതിന്റെ അടയാളമാണ്. അല്ല, ഒരാൾ വെള്ളിയാഴ്ച 9:30 മണിക്ക് പോയി, അപ്പൊ നമ്മുടെ കൽവിൽ തോന്നണം എനിക്ക് 9 മണിക്ക് പോകണം. വേറൊരാള് 8:30 മണിക്ക് പള്ളിയിൽ എത്തി ജുമഅക്ക്, അപ്പൊ നമ്മളെ കൽവിൽ തോന്നുന്നത് എനിക്ക് 8 മണിക്ക് പോകണം. അത് ഈമാനാണ്, ഈമാൻ വർദ്ധിക്കുന്നതിന് അടയാളമാണ്. അത് മതപരമായ വിഷയത്തിൽ മറ്റുള്ളവരെക്കാൾ മുമ്പിലെത്തണമെന്ന് ആഗ്രഹം വേണം. ദുനിയാവിന്റെ വിഷയത്തിൽ മറ്റുള്ളവരെ മുമ്പിലെത്തണമെന്നുള്ള ആഗ്രഹം അത് അത്യാഗ്രഹമാണ്. നമ്മളെ മുഴുവൻ ആഗ്രഹം ഇന്ന് അങ്ങോട്ടാണ്. ജായിസാണെങ്കിലും അത്യാഗ്രഹത്തിന്റെ അടയാളമാണ്. വേറെ ഒരാളുടെ അനുഗ്രഹം നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹിക്കലോ അസൂയയാണ്. ഗസാലി ഇമാം പറഞ്ഞു, അസൂയ 3 ജാതിയാണ്. ഹറാമായ അസൂയയുണ്ട്, ജായിസായ അസൂയയുണ്ട്, സുന്നത്തായ അസൂയയുമുണ്ട്. സുന്നത്തായ അസൂയ എന്ന് പറഞ്ഞാൽ ഹസദല്ല, ഗിബ്തത്താണ്. ഒരാൾ നിസ്കരിക്കുന്നു, അപ്പോൾ ഒരാഗ്രഹം എനിക്കും നിസ്കരിക്കണം. ഒരാൾ ഖുർആൻ ഓതുന്നു, അപ്പോൾ വേറൊരാൾക്ക് ആഗ്രഹം എനിക്കും ഖുർആൻ ഓതണം. നല്ലതാണ്. ആ ആഗ്രഹത്തോടുകൂടി ഖുർആൻ ഓതി അയാളെ മുമ്പിൽ എനിക്കെത്തണം, ഒരു കുഴപ്പമില്ല. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറിന്റെ വിഷയത്തിന് മുന്നിലെത്തണം. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ക്ലാസ് അതിനു വേണ്ടിയായിരിക്കണം. നമ്മുടെ ക്ലാസ് നമ്മളെ വിജയത്തിന് വേണ്ടിയായിരിക്കണം. റഹ്മാനും റഹീമുമായ റബ്ബ്
പരിശുദ്ധ ഖുർആനെ ഇഷ്ടപ്പെടാൻ, ആ ഖുർആനെ ഉൾക്കൊള്ളാൻ, ആ ഖുർആനെ തെറ്റിദ്ധരിച്ച ആളുകളുടെ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിനീതൻ എഴുതിയ ഒരു പുസ്തകം, ഖുർആൻ പഠനം പാരായണം സവിശേഷതകൾ എന്നൊരു പുസ്തകമുണ്ട്. ഇവിടെ ആര് കൊണ്ടുവന്നത് എനിക്കറിയില്ല. ഇപ്പൊ സ്റ്റേജ് മുതൽ എന്റെ കയ്യിൽ കിട്ടിയതാണ്. ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. മർക്കസിന്റെ കലണ്ടറും ഉണ്ട്, ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കലണ്ടറിന്റെ ഈ സ്റ്റേജിൽ ഈ കലണ്ടറിന്റെ പ്രകാശനം നമ്മൾ നിർവഹിക്കുകയാണ്. നമ്മളെ ഷെർവാനി അവറുകൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് കോപ്പി നൽകിക്കൊണ്ട് ഇതിന്റെ പ്രകാശനം എല്ലാവരും ഓരോന്ന് വാങ്ങിക്കോളി. മർക്കസിന്റെ കലണ്ടർ അടയാളം കൂടിയാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അൽഹംദുലില്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് നീ ഇരിക്കുകയും ചെയ്യാം. സമഗ്രതയുടെ സമ്പൂർണ്ണ രൂപമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ 5 കാര്യങ്ങൾക്ക് വേണ്ടി ഖുർആനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ 5 കാര്യങ്ങൾ നമുക്ക് ചെറിയ രൂപത്തിൽ നമുക്കിവിടെ പറയാം. 5 കാര്യങ്ങൾക്ക് വേണ്ടി ഖുർആനെ ഉപയോഗപ്പെടുത്തണം. 1, ഖുർആൻ പഠിക്കുക. അതേതായാലും ഇൻഷാ അല്ലാഹ് ആ ഖുർആൻ പഠിക്കാനുള്ള ചാൻസാണ് നമ്മളെ ഈ ക്ലാസ്. കൂട്ടത്തിൽ നമ്മുടെ മക്കളിൽ ഒരു മകനെ ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി നല്ല ഒരു പണ്ഡിതന്റെ കൂടെ പറഞ്ഞയക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ ഏതൊരു വീട്ടിലുമുള്ള മാതാപിതാക്കൾ അവരുടെ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയെ അല്ല, ഉള്ള കുട്ടികളെ മുഴുവനും ഖുർആൻ പഠിക്കാൻ വേണ്ടി മുതഅല്ലിമുകളായി പറഞ്ഞേക്കാറുണ്ടായിരുന്നു. പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകൽ വർദ്ധിച്ചപ്പോൾ കുട്ടികളെ പറഞ്ഞേക്കാൻ മെല്ലെ 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 വിമുഖത വരികയും ഇന്ന് അതിന്റെ എണ്ണം വല്ലാതെ കുറയുകയും ചെയ്തുവെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഇസ്ലാമിന്റെ വെളിച്ചം ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നത് ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലൂടെയാണ്. ഖുർആൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണം ആ ഖുർആൻ പഠിക്കലാണ്. അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കണം. രണ്ടാമത്തത്, ഖുർആൻ കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം ആ ഖുർആന്റെ പാരായണമാണ്. ഖുർആൻ എന്ത് വേണം? പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാകുന്നു. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ആ ഖുർആൻ പാരായണം പതിവാക്കുക. ഞാൻ ഓർക്കുകയാണ്, എന്റെ നാടിനടുത്ത് നരിക്കുനിയിൽ അവിടെ ഒരു സഹോദരൻ ഒരു ദിവസം അദ്ദേഹമുള്ള ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആ സഹോദരന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം എനിക്ക് അനുഭവപ്പെട്ടു. ചില ആളുകളുടെ മുഖത്ത് വല്ലാത്ത തിളക്കമാണ്, ചില ആളുകളുടെ മുഖത്ത് വല്ലാത്ത ഇരുട്ടാണ്. കല്യാണാലോചന നടക്കുന്ന യുവാക്കൾ പരാതിപ്പെടുന്നൊരു വിഷയമാണ്, എനിക്കൊക്കെ പെണ്ണ് കിട്ടുമോ? കല്യാണാലോചന നടക്കുന്ന പെൺകുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്നൊരു വിഷയമാണ്, എനിക്ക് ഭർത്താവിനെ കിട്ടുമോ? എന്നെ കണ്ടാൽ ആളുകൾ ഇഷ്ടപ്പെടുമോ എന്ന് ആശങ്കിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്കിൽ ആ സഹോദരൻ ഷമീർ എന്നാണ് അവന്റെ പേര്, നെരിക്കുനിക്ക് സമീപം. അവന്റെ മുഖത്ത് വല്ലാത്തൊരു വെളിച്ചം കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ
സാധാരണ യുവാക്കളുടെ മുഖത്ത് കാണാത്ത ഒരു പ്രത്യേകമായ വെളിച്ചം നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം? ആ യുവാവ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് കൂടുതൽ കർമ്മങ്ങളൊന്നുമില്ല. ഞാനൊരു ബസ് കണ്ടക്ടറാണ്. ബസ്സിൽ കണ്ടക്ടറായി ജോലിക്ക് പോകുന്ന എനിക്ക് കൂടുതൽ ആരാധനകളോ കർമ്മങ്ങളോ ഇല്ല. നിസ്കാരം ഖളാ ആക്കാതെ ഞാൻ ഒപ്പിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പതിവായി പാലിക്കുന്ന ഒരു മര്യാദ, ആ മര്യാദ ഒരിക്കലും വിട്ടുപോകാറില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു, അദ്ദേഹം ഒരിക്കൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു. ആ കടറാഹോൻ രാവിലെ 6 മണിക്ക് ബസ് എടുക്കുന്നത് കൊണ്ട് 5 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കേണ്ടി വരുന്നു. 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഖുർആൻ പാരായണവും സുബഹി നിസ്കാരവും കഴിയുമ്പോഴേക്ക് 5:30 മണിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ നടന്ന് ഈ ബസ്സിൽ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുക എന്നത് എന്റെ ജോലിയുടെ ഭാഗമായി, എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഷമീറിനോട് പറഞ്ഞു, അതെ, നിന്റെ മുഖത്ത് കാണുന്ന ഈ പ്രകാശത്തിന്റെ രഹസ്യം ഈ ഖുർആൻ പാരായണമാണ്. ഏതൊരു മനുഷ്യന്റെ മുഖത്താണോ പ്രകാശമില്ലാത്തത്, അവൻ ഖുർആൻ പാരായണം ചെയ്താൽ അവന്റെ മുഖത്ത് വെളിച്ചം ലഭിക്കും. സുബ്ഹാനല്ലാഹ്, ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസലുല്ലദീ യഖറഉൽ ഖുർആന കമസലിൽ തുർജി. ഖുർആൻ പതിവായി ഓതുന്നവന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. തഅമുഹു തയ്യിബുൻ, ഓറഞ്ചിന്റെ രുചി വളരെ നല്ലതാണ്. ലൗനുഹു തയ്യിബുൻ, ഓറഞ്ചിന്റെ നിറം വളരെ മനോഹരമാണ്. റീഹുഹു തയ്യിബുൻ, ഓറഞ്ചിന്റെ വാസനയും നല്ലതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഓറഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മളെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല സയ്യിദുമാരുടെ ബഹുമാനം കൊണ്ട് നമ്മളെ കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. തങ്ങൾ വന്നുകൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. എല്ലാവരും ഇരിക്കി. ബിസ്മില്ലാഹ്. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകളുടെ ദുആ ഇവിടെ നടക്കും. അപ്പോൾ ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന 1 ഖുർആന്റെ പഠനം, 2 ഖുർആന്റെ പാരായണം, 3ാമത്തത് ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്താണ്? ആ ഖുർആൻ എവിടെയാണോ ഓതപ്പെടുന്നത്, ഖുർആൻ എവിടെ ഓതുന്നുവോ അവിടെ പോയി നിൽക്കുക, അവിടെ പോയി ഇരിക്കുക. അതൊരു ബർക്കത്താ. ഓതുന്നില്ലെങ്കിൽ അവിടെ പോയി ഇരുന്നാ മതി. ആ ഇരുന്നാൽ ഇല്ലാ നസലത്ത് ഫീഹിമുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് ലഭിക്കുന്നതാണ്. 4ാമത്തത്, ആ ഖുർആൻ ഓതിയിട്ട് ഊതിയാൽ രോഗം മാറുന്നു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. ആ ഖുർആൻ പാരായണം ചെയ്താൽ, ആ പാരായണം ചെയ്ത് ഊതിയാൽ രോഗം സുഖപ്പെടുന്നു. ഖുർആൻ കൊണ്ട് രോഗം മാറും. ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ രോഗം മാറും. തേളിന്റെ വിഷം കയറിയ വ്യക്തിക്ക് ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചപ്പോൾ ആ വിഷം ഇറങ്ങി. സഹീഹുൽ ബുഖാരിന്റെ ഹദീസിൽ കാണാം. അങ്ങനെ വിഷമിറങ്ങിയപ്പോൾ ആ ഖുർആൻ ഓതിയവർക്ക് ഗോത്രത്തലവൻ 30 ആടുകളെ നൽകി. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുപോലെ ഖുർആൻ കൊണ്ടുള്ള 5ാമത്തെ നേട്ടം, ആ ഖുർആൻ ശാസ്ത്ര ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ഏത് മനുഷ്യന്റെയും കൽബിലേക്ക് ഈമാൻ കിട്ടും. അങ്ങനെ പഠിക്കുമ്പോൾ, ഗവേഷണം നടത്തുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, രോഗമുണ്ടായിട്ട് ഓതിയിട്ട് ഊതുമ്പോൾ, ആ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ, അങ്ങനെ 5 ഗുണങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ ഖുർആനെ മഹബത്ത് വെക്കാനും ആ ഖുർആൻ കൊണ്ട് 2 ലോകത്ത് വിജയം നേടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ സംഘാടകർക്കും ഇത് ഉപയോഗപ്പെടുത്തുന്നവർക്കും നമ്മളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
وصل اللهم على حبيبك محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട തങ്ങൾ സംസാരിക്കും. നമ്മുടെ കേരളത്തിന്റെ പതിവ് ശാപമായ റോഡ് ബ്ലോക്കിൽ കുടുങ്ങി പുൽമള ഉസ്താദ് ഇത്തിരി ദൂരെ 2 മണിക്കൂറായി റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു.